പൊന്നാവാന്ന് പറഞ്ഞ് ഇതാ നീ ഓസിന് ആസിഡ് കിട്ടിയാലും എടുത്ത് കമത്തെന്ന് എനിക്കറിയാം. അതവിടെ വയ്യ നിന്റെ കണ്ണടിച്ച് പോകും. നിങ്ങളാരും ടെൻഷൻ അടിക്കരുത്. എൻ്റെ ബലമായ സംശയം ഇതേതോ സീരിയൽ കില്ലറുടെ പണിയാണ്. ജീസേട്ടാ രാക്ഷസ സിനിമ കണ്ടിട്ടില്ലേ? സംഭവം ഇങ്ങനെയാ. ആദ്യം ഗിഫ്റ്റ് എല്ലാം കൊണ്ട് വെക്കും, ബാക്കിന്ന് വന്ന് തലക്കടിച്ച് കൊല്ലും. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം നൻപൻ രാഹുലേട്ടൻ. നിങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ട് ഇവിടെ കഴിയാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായി ഞാൻ നിങ്ങളെ സഹായിക്കുന്നതിന് പകരം നിങ്ങളുടെ ഇത്ര നാൾ ഇവിടെ നിന്നു. ഇനിയും ഇത് ശരിയല്ല. അതുകൊണ്ട് ഏട്ടനൊരു തീരുമാനം എടുക്കുകയാണ്. നിങ്ങൾക്കൊരു ഉയർന്ന ജീവിതം ഉണ്ടാക്കാനുള്ള മാർഗം അന്വേഷിച്ച് ഏട്ടനൊരു യാത്ര പോവുകയാണ്. സന്തോഷം. നിങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര ആയതിനാൽ ചിലവ് നിങ്ങൾ തന്നെ നോക്കണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ സിനിമ എടുക്കാനെന്ന് പറഞ്ഞ് ഇവിടെ കൂട്ടിവെച്ച പണവുമായിട്ടാണ് ഏട്ടൻ്റെ യാത്ര. ദൈവമേ, എൻ്റെ അമ്മയുടെ മാല! 1.5 ലക്ഷം രൂപയ്ക്ക് ആരും തന്നെ ഇതുവരെ സിനിമ ചെയ്തിട്ടില്ല. അതൊരു 1.5 കോടിയാക്കി ഏട്ടൻ വരും. നിങ്ങൾ ഈ കാശ് വെച്ച് ഒന്നും ചെയ്യാതെ ബാറിലും തിയേറ്ററിലും കൊടുത്ത് തീർക്കുമെന്ന ചേട്ടന്റെ ദീർഘബുദ്ധിയിൽ തോന്നിയത് കൊണ്ടാണ് ഇത്തരം ഒരു പ്രവൃത്തി. അനിയന്മാർ ക്ഷമയോടെ കാത്തിരിക്കുക. എന്നാണ് അകത്ത് കൊണ്ടുവച്ച് പൂജിക്ക് പോ. എന്താടാ ഞാൻ പോയി, ഒരു പുക പോലും അടുപ്പില്ല. നിങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. നിങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. കുറച്ച് പേര് ബസ് സ്റ്റാൻഡ്, പിന്നെ കുറച്ച് പേര് ടാക്സി സ്റ്റാൻഡ്. ഒറ്റ CCTV പോലും വിടാതെ ചെക്ക് ചെയ്യണം. പിന്നെ നീ അകത്ത് പോയിട്ട് അവന്റെ ചപ്പി ഒരു തുണിയും എല്ലാം വലിച്ചു വരിട്ട് ആ കാവറക്കി ഒരു ഫോട്ടോ എടുത്തുണ്ടോ? നമുക്ക് അത് വെച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി പിടിപിടിക്കാം. സൈബർ സെല്ലിൽ സൈബർ സെല്ലിൽ ശരിയാവില്ല. കൺട്രോൾ റൂമിൽ പോയി കഴിഞ്ഞാലേ ഈ TV ടെലികാസ്റ്റ് ഒക്കെ കാണും. അവിടെ പോയി കഴിഞ്ഞാലേ ഈ ജില്ല കൺട്രോൾ ആക്കിയേ. നമ്മൾ ആകപ്പാടെ 4 പേരേ ഉള്ളൂ. നീ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടേക്ക് പോവാന്? ജയ്സേട്ടൻ്റെ അമ്മയുടെ മാല എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടടാ. ഇവിടെ കുത്തിരുന്നൊരു മാങ്ങാത്തുള്ള. അതെ, നിങ്ങൾ എന്തിനു ടെൻഷൻ ആവണേ? നമുക്ക് ഇതിൽ അടിക്കാം. രാഹുലേട്ടൻ പറഞ്ഞിട്ട് 1.5 ലക്ഷം 1.5 കോടി കൊണ്ടുവരാം. നിന്റെ ഒന്ന് പോയിട്ടില്ല പോണവിടെന്ന്. അമ്മയുടെ മാലയും പണയം വെച്ച് അൽഫോൺസ് പുത്തൻ അറിയാൻ വേണ്ടി കൊച്ചിയിലേക്ക് വണ്ടി കയറിയത്. അങ്ങനെ ഒരു പുത്രനില്ലാതെ അവർ വിചാരിച്ചോളൂ. കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞ പോലെ 3 നേരം മര്യാദയ്ക്ക് കഞ്ഞി കുടിച്ച് കിടന്നിരുന്നതാണ് ആ പൈസയ്ക്ക്. എരണം കെട്ട് വന്ന് കാലെടുത്ത് കുത്തി അതും പോയി. അയ്യാ ജയ്സ, നിന്റെ തലയിൽ വല്ലതും തോണേ പറയളിയാ. ഇനി ഒരു കീരവത്തും ഇല്ലാതെ കയറി ചെല്ലാനൊന്നും പറ്റൂല തിരിച്ച്. ജയ്സേട്ടാ, എൻ്റെ അമ്മയുടെ മാല അതൊന്നും എനിക്കറിയില്ല. എല്ലാവരും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വാടക കൊടുത്തില്ലെങ്കിൽ ഡേവിസേനെ ആളെ വിടും, ഇവിടെ ഇറക്കി വിടും. ഞാനേ കുറഞ്ഞ പൈസക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയട്ടെ. നിന്റെ ബുദ്ധി അപാര ബുദ്ധി ആയിരിക്കണം. പറ ഉറക്കെ പറ. നമുക്ക് പുണ്യാളന്റെ ജോയേട്ടനെ പോലെ ഒരു സംരംഭം തുടങ്ങിയാല്? ആനപ്പിണ്ടം കൊണ്ട് മറ്റേ ചന്ദനത്തിരി, പൂത്തിരി, ചന്ദനത്തിരി. അങ്ങനത്തെ അല്ലേ? അതെ, എൻ്റെ പൊന്നുമോനെ, അതിൽ തന്നെ ആനപ്പിണ്ടം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നീ കിട്ടണമെങ്കിൽ ആ മേയറുടെ കത്തൊക്കെ വേണം. എനിക്ക് മേയറുടെ കത്ത് കിട്ടില്ല. നിനക്ക് കിട്ടും ചേച്ചാ മേയറുടെ കത്ത്? മിണ്ടാതിരി കിട്ടല്ല. നീ ഐഡിയ പറ. ഇത് അതേപോലത്തെ പരിപാടിയൊന്നും അല്ല. കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് നല്ല ശുദ്ധമായ പശു ചാണകം കൊണ്ടൊരു പരിപാടി. അതാകുമ്പോൾ നാട്ടിൽ പോയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാമല്ലോ. അതുകൊണ്ട് ചന്ദനത്തിരി, കൊതുക് തിരി, മത്താപ്പ്, കമ്പത്തിരി, പൂത്തിരി, അത് രണ്ടും കൂടി ഒന്ന് പൊട്ടിക്ക്. നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. തൽക്കാലം ഇതങ്ങോട്ട് ഫിനിഷ് ചെയ്യാം. നേരം വെളുക്കുമ്പം ഈ വിഷമവും കാണൂല, പുതിയ നല്ല ചിന്തകൾ. നീ കുറച്ച് വെള്ളം എടുത്തൊന്ന് അടുക്കള പോയിട്ട് ഒന്ന് കുടിച്ചു വല്ല ഐഡിയയും കത്തോ നോക്കട്ടെ. പൊന്നു പോലെ നമ്മുടെ മാല എല്ലാം എടുത്ത് തരാ. അപ്പൊ ഞങ്ങളുടെ പൈസ പോയതാ.
എൻ്റെ അമ്മ കുതിരപ്പന്തിലുള്ള ചിറ്റമ്മ എന്ത് പറഞ്ഞെന്ന് എനിക്കറിയണ്ട. അമ്മ ഞാൻ പറയുന്നത് കേൾക്ക്. ആ, മര്യാദയുടെ ഭാഷയിൽ ആ പശുക്കുട്ടി വെക്കാൻ അച്ഛനോട് ചോദിച്ചപ്പം അച്ഛൻ സമ്മതിച്ച ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ എനിക്ക് അമ്മയുടെ മാലയെടുത്ത് പണയം വെക്കേണ്ടി വന്ന. അത് ഞാൻ ചോദിച്ചില്ല, അതെൻ്റെ തെറ്റാ, ഞാൻ സമ്മതിച്ചു. പക്ഷെ അമ്മ ഇത്തവണയും കൂടി അമ്മ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ണടച്ചേ പറ്റൂ. അയ്യോ, അമ്മ കണ്ണടക്കുന്ന കാര്യമല്ല പറഞ്ഞത്. എനിക്ക് എങ്ങനെയെങ്കിലും ആ കാശൊന്ന് കറക്റ്റാക്കി താ പ്ലീസ്. അമ്മ നോക്കിയോ, ഇതുകൊണ്ട് അമ്മയുടെ മോൻ രക്ഷപ്പെടും, ഉറപ്പാ. ഹലോ ഹലോ, രക്ഷപ്പെട്ടു. സെറ്റായില്ലേ? ക്യാപിറ്റൽ എന്ത് ക്യാപിറ്റൽ? നീ നമുക്ക് എന്തെങ്കിലും തുടങ്ങാൻ നമ്മോട് പൈസ ചോദിച്ചല്ലേ? അവരിപ്പോ അവര് നമുക്ക് പൈസ തരും. ബെസ്റ്റ്. വല്ലതിന് അണ്ണണ്ടേ? പാർട്ടികളൊക്കെ കഴിക്കാൻ 200 രൂപ ചോദിച്ചിട്ടുണ്ട്, കിട്ടിയാ കിട്ടി. വന്നിട്ട് മൊത്തം തേപ്പാ. ഗൂഗിൾ പേ 2-3 രൂപ വന്നിരുന്നു, അപ്പൊ അതും ഇല്ലാണ്ട്. ഞാൻ കൂലങ്കഷണം പഠിയാൻ ചിന്തിച്ചു. എന്ത് ഞാൻ പറയണേ, നമ്മുടെ ഈ അവസ്ഥയൊക്കെ വെച്ചേ ഞാൻ ഒരു കാര്യം അല്ല, ആരതിയാ ഇന്നലെ നല്ല ഉഷാറായിരുന്നല്ലേ? എടാ ശാന്ത, നിനക്ക് കിണിറ്റ് വല്ല പണിക്കും പോക്കോളൂ. എന്താണ് ആരതി? കാലത്തന്നെ അമ്പലത്തിൽ പോയിട്ട് ഐശ്വര്യമായിട്ട് കുറിയും തൊട്ട് ഒരു ചെറുപ്പക്കാരനോട് ചോദിക്കുന്ന ചോദ്യാണ് പണിക്ക് പോക്കോട്. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് ശാന്ത, ഇവിടെ തലയിൽ വെളിച്ചം കയറി. പിന്നെ ഇവിടെ പണിക്ക് പോണവർ മാത്രമല്ലേ ജീവിക്കണേ. ജയ്സേട്ടാ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനിയിപ്പോ എന്താ പ്ലാൻ? താങ്കൾ നേരത്തെ കൂലം കർഷോട്ട് എന്താ പറയാന്ന് പറഞ്ഞിട്ട് അതെന്തു സംഭവം? അമ്മയുടെ പൈസ തന്നാ എനിക്കാണെങ്കിൽ പൈസ ആറാടിക്കൊണ്ടിരിക്കട്ടോ. അത് പറഞ്ഞപ്പോഴാണ് എനിക്കും ആരുവിനുമേ ഇന്ന് ഒരിക്കലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരും ഒന്നും പറയണ്ട മോളെ. ഇവനെങ്ങനെ കിട്ടിയ ഈ ഒരിക്കലും നീ ശീലാക്കേണ്ടത്. അതെ, എനിക്കൊരു സംഭവം പറയാണ്ട്, സമ്മതിക്കോ? ആ, കൂലമായിട്ട് പറ. അതെ, നമ്മുടെ ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം എന്താന്ന് വെച്ചാൽ, ഇതാരാണ് ഈ നേരത്ത്? ഇനി രാഹുൽ ഭായി എങ്ങനെ 1.5 കോടിയായിട്ട് വന്നിട്ടുണ്ടാവുക. നാളെ പേരുടെ മുട്ടി ഇപ്പൊ കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി വാടക കൊടുക്കാത്തതിന് ഡി.വി. സെട്ടം പോലെ ആളയച്ചതാണ്. അതിന് സാധ്യതയില്ലാതില്ല. ഞാനേ ഇന്ന് ആ അമ്പലത്തിൽ പോയ സമയത്ത് പിടിവാശി ഭദ്രനെ കണ്ടിരുന്നു. ആ എരണം കെട്ട നാറിയെ കണ്ടപ്പോ തന്നെ ഞാൻ അമ്മയെന്ന് വിളിച്ച് സാഷ്ടാംഗം പ്രണമിച്ചതാണ് അമ്പലം നടയിൽ. വെയിലടിച്ച് എന്റെ കുണ്ടി വരെ കരിഞ്ഞടി. അപ്പൊ ഭക്തി കൊണ്ടായിരുന്നില്ല അല്ലേ? ഓരോ ഇതാണ് അതിന്റെ ഇവിടുത്തെ പ്രശ്നം. വേണ്ട, ഞമ്മ കൊണ്ട് പ്രശ്നം തീർന്നില്ലേ? ആരാ? ചേട്ടാ, രാഹുല്. അയ്യോ, കുറച്ച് വൈകി പോയില്ലോ. അല്ല, ആള് ഫുഡ് ഓർഡർ ചെയ്യുന്ന ഇതേ ലൊക്കേഷൻ ആണ്. ഫുഡാണ് അപ്പൊ ലൊക്കേഷൻ കേട്ടാ? ആള് പ്ലേറ്റ് പഠിക്കാൻ പോയിക്കാ. ശരി, പറയാട്ടാ. ശരി. നിങ്ങൾക്ക് എന്റെ രാഹുൽ ഭായിനെ കുറിച്ച് എന്താ പറഞ്ഞ? ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക് പോയിട്ടും നമ്മുടെ വിശപ്പ് മനസ്സിലാക്കി നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്ത് എത്തിച്ചാ. എന്ത് കുലീനതുള്ള മനുഷ്യനാണ് അങ്ങനെ. എന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് കാശടിച്ച് മാറ്റി നമുക്ക് തന്നെ ഫുഡ് വാങ്ങിച്ചു തരിക. എത്ര ആലോചിച്ചിട്ടും അങ്ങേരുടെ മോഷ്ടാവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ വലിയ കാര്യമായിട്ട് ആലോചിക്കണ്ടെങ്കിൽ വേണമെങ്കിൽ ഭക്ഷണം വെച്ചാൽ ഇപ്പൊ കഴിയും. നിന്നെ പോലെ പല്ലിയൊക്കെ കഴിക്കാനേ എന്നെ കിടത്തില്ല. നമ്മൾ പല്ലി വെച്ചിട്ട് വരാം. അയ്യേ, പല്ല് കഴിക്കാനാണോ ശാന്ത ഫുഡ് കഴിക്കണേ? ആരതി, ഈ കോൾഗേറ്റിന്റെ ടേസ്റ്റും ഈ ബിരിയാണിയുടെ മസാലയുടെ ടേസ്റ്റും തമ്മിൽ ചേരില്ല. ഇതാകുമ്പോൾ ഫ്രഷാണ്. കഴിക്കുന്നുണ്ടേ? ആരും കഴിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരിക്കലല്ലേ? ശാന്തം കൂട്ടാ, ഒരിക്കലെന്ന് വെച്ചാൽ എന്താണ്? ഒരിക്കൽ കഴിക്കാം. രാഹുൽ ഭായിയുടെ ഫുഡ് കഴിക്കാൻ പറ്റാണ്ടേ മാറിയിട്ടുണ്ടാവും. മര്യാദക്ക് പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഞാനാണ് സിനിമാക്കാരനാക്കാ കോപ്പാക്കാന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ കൂട്ടിവെച്ച കാശ് ഓടിച്ചിട്ട് പോയി നാറി. എന്നിട്ട് അവൻ്റെ ബിരിയാണി. കൂട്ടുകാരാ, എനിക്കുമുണ്ട് പടകൾ. പൊടിക്കുന്നില്ല ഞാൻ പപ്പടം പൊടിക്കുന്നത് പോലെ. അമ്മേടെ പൈസ ഒന്നുമില്ല.
അമ്മയൊന്നും കുഴപ്പമില്ല, നമുക്ക് ഐസ്ക്രീം ഓർഡർ ചെയ്യാം അല്ലേ? സംഭവം കൊള്ളാം, പക്ഷേ കയ്യിൽ കാശ് പോയിട്ട് ഒരു കീരവിത്ത് പോലും ഇല്ല. എടാ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്തിനാണ് ക്യാഷ്? ഒരു മെയിൽ ഐ ഡി പോരെ? എടാ അതെനിക്കറിയാം, അതിൽ എന്തെങ്കിലും കിടുതാപ്പെടുത്ത് പ്രദർശിപ്പിക്കണ്ടേ? അതിന് എന്റെ കയ്യിൽ വല്ലതും ഉണ്ടാകും. എടാ അതിനൊക്കെയുള്ള ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ആരുടെ നിന്ന് 10 പൈസ പോകാതെ ഉണ്ടല്ലോ ഒരു കിഡിലെ വെബ് സീരീസ്. പക്ഷേ നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കണം. അല്ല, നമ്മൾ അഭിനയിക്കുന്ന ആരാണ് ഈ പറഞ്ഞു വരുന്നത്? അതിനെന്ത് കുഴപ്പം? അതിനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. കൊള്ളാം. ഒന്ന് പൊടിതട്ടി എടുത്തു കഴിഞ്ഞാല് ആ സ്കൂളിലെ പഴയ ബെസ്റ്റ് ആക്ടർ തന്നെ അളിയാ ഞാൻ, അല്ലേ? എന്റെ പൊന്നു മോനെ, നമ്മളെങ്ങാനാണ് യൂട്യൂബിൽ അഭിനയിക്കുന്നെങ്കിലും ഉണ്ടല്ലോ, അന്ന് എന്നെ അവരോട് ചില പൊന്നാടാണ് ഈ. ആ കറക്റ്റ്. എടാ നമ്മൾ തുടക്കത്തിൽ അഭിനയിച്ചാൽ അധികം റീച്ച് കിട്ടില്ല. അതുകൊണ്ടായിരുന്നേ യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആൾക്കാർ വെച്ച് ഞാൻ പരിപാടി ഓണാക്കും. പക്ഷേ നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ റെഡിയാ. കേട്ടിട്ട് സംഗതി കൊള്ളാം, പക്ഷേ ഇവർക്കൊക്കെ പൈസ കൊടുക്കണ്ടേ? ഒരു സീരിയസ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പാടെന്ന് വിചാരിച്ച്. പിന്നെ നല്ലൊരു കഥ വേണം. അതിപ്പോ കുഴപ്പമില്ല, എൻ്റെ ഷെൽഫിൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ കഥകളുണ്ടാവും, തുറന്നോക്കടാ. പക്ഷേ ക്യാമറ, മ്യൂസിക്, ഡബിങ് നല്ലൊരു പുക ചിലവാകും. പിന്നെ ശങ്കർദാസിനെ പോലെ ഏതെങ്കിലും പ്രൊഡ്യൂസർ കിട്ടുകയാണെങ്കിൽ കാര്യം നടക്കും. പൈസ എടാ ശാന്ത, നീ പടം പകുതി കണ്ടിട്ട് റിവ്യൂ പറയല്ലേ? ആദ്യം ഞാൻ മുഴുവനായിട്ട് പറഞ്ഞ കേക്ക്, എന്നിട്ട് നീ ഇങ്ങോട്ട് പണ കേട്ടല്ല. നീ പറ. സിനിമയാണോ സീരീസ് എന്നല്ല ആദ്യം പറഞ്ഞേ? എന്താ ഒന്നല്ലെങ്കിൽ ഉണ്ടായിരിക്കാൻ പറ, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോവാൻ പറ. എന്തല്ലേ എനിക്ക് നീ എന്തിനാ ഇവിടെ കുതിര കയറണത്? ഇവളെടുത്ത് കറക്റ്റ് അല്ലേ പറഞ്ഞത്? നീ ഇത്ര നേരം സീരീസ് നല്ല അളിയാ പറഞ്ഞോണ്ടിരുന്നത്. ചക്കിക്കൊത്ത ഞങ്ങൾ നീയൊക്കെ ഇവിടുന്ന് വട്ടത്തിരുന്ന് തുപ്പിക്കളി. പാവം ജെയ്സൺ ചേട്ടൻ എത്ര നേരമായി പ്ലാൻ പറയാൻ നോക്കണു. എടാ ജയ്സ, എടാ എൻ്റെ കഥ ഇട്രാ, നിനക്ക് ഇൻട്രസ്റ്റിംഗ് ആവും. ദാ വാടാ. ആദ്യം നമുക്കൊരു കഥയാണ്. പ്രമുഖ യൂട്യൂബ് ചാനലിലേക്ക് ഒരു ബിഗ് ബഡ്ജറ്റ് വെബ് സീരീസിനെ കഥകൾ ക്ഷണിക്കുന്നതെന്ന് സ്റ്റോറി ഹണ്ടിങ് നടത്തുന്നു. അപ്പൊ എൻ്റെ കഥ നല്ലതാണ്, ഇവന്റെ കഥയെ നോക്കാം. അപ്പോൾ കഥ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. ഇനിയാണ് മർമ്മപ്രധാനമായ ഭാഗം. ആർട്ടിസ്റ്റുകൾ അല്ലേ? അതെ, കഥ കിട്ടിയവരുടൻ ആർട്ടിസ്റ്റുകളെ തേടുന്നതോടെ നമ്മൾ കാസ്റ്റിംഗ് കോൾ സോഷ്യൽ മീഡിയയിൽ ഇടും. അപ്പൊ മറ്റേ യൂട്യൂബ് തരംഗോ? എടാ അവരൊക്കെ തന്നെയാണ് അഭിനയിക്കുന്നത്. പക്ഷേ ഈ കാസ്റ്റിംഗ് കോൾ കൊണ്ട് നമ്മുടെ ചാനലും സീരീസും നല്ല പ്രൊമോഷൻ കിട്ടും. പക്ഷെ അവനെങ്ങനെ കണ്ടെത്തും? എടാ കുറച്ച് പേരെ കോണ്ടാക്ട് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കുറച്ച് പൈസ കൂടുതൽ കൊടുത്ത് അവരൊക്കെ വീഴും. സമ്മതിച്ച്. ആർട്ടിസ്റ്റ് റെഡി, കഥയും റെഡി. പക്ഷെ പ്രധാന പ്രശ്നം ഇതൊന്നും അല്ലല്ലോ, ഇതാര് പ്രൊഡ്യൂസ് ചെയ്യും? എടാ നല്ല ചാനലും കഥയും ആർട്ടിസ്റ്റും ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസറിനെ കിട്ടാനാണ് ബുദ്ധിമുട്ട്. ഏതെങ്കിലും ഒരു മണ്ടം പണിച്ചാൽ നമ്മുടെ ഇതിൽ വന്ന് വീഴും. പൊളിച്ചു ജെയ്സേട്ടാ, നിങ്ങളുടെ കൂലകർഷമായ ആശയം അടിപൊളി. കോടി കഴി വീണ്ടും വന്നാ ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രാഹുൽ സാറ്. രാഹുൽ സാറിന് റേറ്റിംഗ് ഒന്നും ഇടാൻ. പിന്നെ ഡിന്നറിന് അമേരിക്കൻ ചോപ്സ് മതി രാഹുൽ ഭായി അടുത്ത് പറഞ്ഞോട്ടാ. തീരുമാനം പറയും. അതെ ഭദ്രേട്ട, ഞങ്ങളെ ഒന്നാം മൂന്നാല് എങ്ങനെ 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 അതല്ല ഒരു 4-5 ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും സെറ്റാക്കി തരാം. 4 മാസത്തെ വാടക കിട്ടാണ്ട് ഇനി നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. കണ്ടാറ് എന്ത് തണുപ്പാണ് ഇതിന്. പിന്നെ ഐസ്ക്രീം അടുപ്പ് നമ്മൾ എടുത്തുകൊണ്ട് വരണം. ആ മക്കളെ, പുറത്ത് പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഈ ചേട്ടന് വേറൊരു പേര് കൂടി ഉണ്ട്. അറിയാം അറിയാം അറിയാം, നമ്മളെ അതിപ്പോ പറഞ്ഞ് നാക്കമായ വിട്ടതേ ഉള്ളൂ. എന്താ അത്? അറിയാം. അപ്പോൾ ഈ ചേട്ടനെ വാശി പിടിപ്പിക്കാതെ
വേഗം ആ പൈസ എടുത്തിട്ടു. ചെല്ലി 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 ചെല്ലി. ചന്ദ്രണ്ണ, ചന്ദ്രനല്ലടാ, സൂര്യൻ. സോറി ഭദ്രണ്ണ, നമ്മളെ ഒരു സംരംഭം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് അങ്ങോട്ട് ഓണായാൽ നമ്മുടെ കയ്യിൽ പൈസ വരും, ഭദ്രണ്ണന്റെ കയ്യിൽ കാശ് വരും. ഏത്? നിങ്ങൾ സംഭാരം ഉണ്ടാക്ക്, സർവത്ത് ഉണ്ടാക്ക്, എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ ദേവിസേട്ടൻ്റെ പൈസ ഇന്ന് തന്നിരിക്കണം. ദേവിസേട്ടൻ്റെ പൈസ ഇന്ന് തന്നിരിക്കണം. ഈ പെൺകുട്ടിയെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്? കാണാൻ വഴിയില്ലല്ലോ, ചേട്ടന് തോന്നുന്നതായിരിക്കും. ഒരു വഴിയില്ല, ഒരാളെ പോലെ 9 ഞാൻ ഭദ്രേട്ടാ പൈസ ഒക്കെ ഭദ്രമായിട്ട് ദേവിസേൻ്റെ അക്കൗണ്ടിലേക്ക് വീണിട്ടുണ്ട്. വെറുതെ ഇവിടെ കിടന്ന പിടിവാശി പിടിക്കുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഓ, ഗൂഗിൾ പ്ലേ. ആ പ്ലേ തന്നെ. ആഹാ. എന്നാ ഞാനൊന്ന് ദേവിസേട്ടനെ ആ ദേവിസേട്ടാ, പിള്ളേര് പൈസ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. കിട്ടിയില്ലേ? മര്യാദക്ക് നോക്കാൻ പറ. കിട്ടിയിട്ടില്ല എന്നാടാ പറയുന്നത്. എന്റെ ഫോണിൽ നിന്നല്ലേ ഞാൻ അടിച്ചത്. നേരെ നോക്കിയാൽ കാണും. കള്ളൊന്നും പറയില്ല. ഡേവിസേട്ടാ, അതെങ്ങനെ ശരിയാവും? എൻ്റെ മുന്നിൽ വെച്ചിട്ടാണല്ലോ പിള്ളേരെ അയച്ചത്. ഡേവിസേട്ടാ, എന്നെ പുറത്ത് വാശി പിടിപ്പിക്കില്ല. ഡേവിസേട്ടൻ ഇപ്പം എവിടെയും അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. ഞാനിപ്പോൾ അതെ, ഈ ഗൂഗിൾ പ്ലേനെ പറ്റിയിട്ട് അയാൾക്ക് വലിയ പിടിപാടുണ്ട്. കയ്യിൽ ഐഫോണാണ്, പറഞ്ഞിട്ട് എന്താ കാര്യം? നോ ഫലം. ഈ ഗൂഗിൾ പേയിൽ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിലേ അതിനകത്ത് ഇൻസ്റ്റാഗ്രാമും ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അതും കൂടെ ചെക്ക് ചെയ്യാൻ പറ. അത് ഞാനേ. അപ്പൊ ഭദ്രേട്ടൻ ഒന്ന് മരിച്ചിട്ട് പോയേ, മിടുക്കനായിട്ട് പോയേ. സൂക്ഷിച്ചൊക്കെ പോട്ടെ. അല്ല അവളല്ല അതല്ല, തെറ്റി. നീ എന്ത് എന്നിട്ട് കാശ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ? 2 ദിവസം ബാങ്ക് അവധിയാന്ന് പറഞ്ഞാ അങ്ങനെ പൈസ ഒപ്പിക്കാലോ. എടാ പേത്തലേന് പ്രാന്താണ്ടാ, കൈ നിൽക്കൂല നമ്മുടെ. അതെ, നമുക്ക് സമയം കളയാതെ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്കൊരു 4-5 എപ്പിസോഡ് മതിയാവില്ലേ? മതി. ആരാണ്? അങ്ങനെയാണെങ്കിൽ ഇവനാണ് ബെസ്റ്റ്. ജയ്സ, നമുക്കൊരു 4-5 എപ്പിസോഡ് മതിയാവില്ലേ? നീ വെറുതെ പറഞ്ഞല്ലേ, കഥയെ കയ്യിലുണ്ടല്ലേ. അല്ല, പിന്നെ കഥ മുഴുവനായിട്ട് നീ പറയണ്ട, എന്റെ കണ്ടന്റ് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ചുരുക്കി പറയാം, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ കഥയുടെ പേരാണ് അദൃശ്യം. അദൃശ്യം. അല്ല, ഈ ദൃശ്യത്തിനുള്ള കോപ്പിയാണ്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. ഇന്ന് ചിലക്കാതെ കഥ പറയണേ. പറയാം. എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു വീടിന്റെ അപ്സ്റ്റേർ താമസിക്കുന്ന 4 ചെറുപ്പക്കാർ. അതെ, ഇല്ല, എല്ലാ സിനിമാക്കാരും ഈ എറണാകുളത്തേക്ക് എന്തിനാണ്? വേറെ സ്ഥലമൊന്നുമില്ലേ? എന്റെ ജയ്സ, സാഹചര്യമാണ് എല്ലാവരെയും കഥ എഴുതിപ്പിക്കുന്നത്, മനസ്സിലായ? ഓക്കെ. അപ്പോ ഒരു നിലാവുള്ള രാത്രിയിൽ വീടിന്റെ ടെറസിൽ 4 ബീൻ ബാഗുകളായി വിശ്രമിക്കുകയാണ്. 4 ചെറുപ്പക്കാർ വിശ്രമിക്കുന്നു. അപ്പൊ ഇത് സാധാരണക്കാരുടെ കഥയാണ്. സാധാരണക്കാരുടെ കഥ. പെട്ടെന്നാണ് ആകാശത്തിൽ നിന്ന് ഒരു നീല വെളിച്ചം ഇവരെ ലക്ഷ്യമാക്കി വരുന്നത്. എന്തിന്? നീല വെളിച്ചം വരട്ടെ, എന്നിട്ട് ആലോചിക്കാം. നീല വെളിച്ചം ഇവരെ ലക്ഷ്യമാക്കി വരുന്നത്. ഇതടുത്തെത്തുമ്പോഴാണ് ഇവരത് മനസ്സിലാക്കുന്നത്. അതൊരു പറക്കും തെളിയ. അടിപൊളി അടിപൊളി. എൻ്റെ കഥയൊക്കെ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണ്ട. ആരതി ഇന്ന് തന്നെ നല്ല സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞ് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ഇടണം കേട്ടല്ല. ശരി സർ. ശാന്ത, നീ ഒരു കാര്യം ചെയ്തേ, ഞാൻ പറയണ കാര്യങ്ങൾ നീ ചെയ്താൽ മതി. വാ, എന്റെ കഥയ്ക്ക് വേണ്ടി നിങ്ങൾ അതൊക്കെ വരാടാ. ജയ്സേട്ടാ, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച 3 പേരുന്നുണ്ട്. അതിൽ 1000 വിളിക്കട്ടെ. അതെ, 2 പേരും കൂടി ഞാൻ കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത മണ്ടത്തിൽ എഴുന്നള്ളിച്ച് കഥ പറയാൻ പറ്റില്ല. നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാന്ന് മനസ്സിലാക്കി കൊടുക്കരുത്. പ്രത്യേകിച്ച് നിന്നോടാ ശാന്ത. കഥയിലെ ലാഗടിച്ച ഞാൻ പറയും. നമസ്കാരം. ആശാമിക്കോ. ഞാൻ ജിജോ ചാലിശ്ശേരി. ചാലിശ്ശേരി അപ്പന്റെ പേരാണ്. അല്ല, വീട്ടുകാരാണ്. ഓ
ടൈറ്റിൽ എഴുതുമ്പോ പഞ്ച് കിട്ടാണല്ലേ. ചെറുതായി. ജിജോ ചാലിശ്ശേരി, താങ്കൾ എന്തുകൊണ്ടാണ് ഈ സീരീസിന് പുളി എന്ന് പേരിട്ടത്? പുളി, അതായത് ഞാൻ ഈ കഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ആ ഒരു പുളിപ്പുണ്ടല്ലോ, അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്കളുടെ ജീവിതത്തിൽ എപ്പോഴാണ് ആ പുളിപ്പ് അനുഭവപ്പെട്ടിട്ടുള്ളത്? അതായത് നമ്മളെ ആരും അംഗീകരിക്കാതെ വരുമ്പോൾ, നമ്മളാരും ശ്രദ്ധിക്കാതെ വരുമ്പോൾ, മെജോറിറ്റിയേക്കാൾ മൈനോറിറ്റിയുടെ ആ ശബ്ദം താഴ്ന്നു നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പുളിപ്പുണ്ടാവില്ലേ? ആ ഒരവസ്ഥയാണ് സാർ. യെസ്, എക്സാക്ട്ലി ദാറ്റ്സ് ആ ഒരവസ്ഥ. ഇത് കടിക്കൂലേ? അതെ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതേ തമാശയാണ്. കുടിച്ചു കുടിച്ചു കുടിച്ചു. ഏത് പ്രായക്കാരൻ കാണാൻ പറ്റിയൊരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഫൺ എലമെന്റ്സ് കയറ്റാൻ പറ്റുമോ? ഇല്ലേ സാറ്, സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞോളൂ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ കഥയിലൂടെ പുതിയൊരു വിപ്ലവമാണ് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിപ്ലവോ? തമാശയ്ക്ക് വേണ്ടി അതൊന്നും മാറ്റി വളയ്ക്കാൻ എനിക്ക് പറ്റില്ല. അതെ അതെ അതെ, തന്റെ വിപ്ലവവും മധുരം ഇതൊക്കെ വേറെ ചാനലും ഉണ്ടായി. ഇവിടെ നീ ഒന്ന് ശാന്തനായിക്കേ. എന്നാ പോടാ. മനു അല്ലേ? നമ്മുടെ ആ സ്റ്റോറി ഒന്ന് ചെറുതാക്കി പറയാൻ പറ്റും? ചേട്ടാ, നമ്മുടെ കഥയുടെ പേര് ബിലോ ആവറേജ് സാബു. കൊള്ളാം. ഈ സാബു ഈ വീട്ടിലെ ഏറ്റവും താഴ്ന്ന മകനാണ്. മൂത്ത മക്കൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം പോലും ഈ സാബുവിന് ആ വീട്ടിൽ നിന്ന് കിട്ടണില്ല. കൂട്ടിലിട്ട തത്തേനെ പോലെയാണ് സാബുവിന്റെ ജീവിതം. ജോലിക്ക് പോകാത്ത ഒരു പറ്റം യുവാക്കളുടെ പ്രതീകമാണ് ഈ സാബു. മടിയിൽ നിന്ന് മുദ്രകുത്തി അവഹേളിക്കപ്പെടുന്ന സമൂഹത്തിനെതിരെ ഉയരുന്ന ശബ്ദമാണ് ഈ സാബു. എനിക്കിഷ്ടപ്പെട്ടു കഥ, എനിക്കിഷ്ടപ്പെട്ടു. നീ എന്താ ജയിച്ച ഈ കഥ എനിക്കിഷ്ടപ്പെട്ടു. എവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ? പിന്നെ ശാന്ത നീ അടങ്ങിയിരുന്നേ. മനു മോനെ നീ കഥ പറഞ്ഞു. അങ്ങനെ സാബു പ്രതികരിച്ചു തുടങ്ങുന്നു. പരിഗണിക്കപ്പെടാത്ത സമൂഹത്തിനെതിരെ പ്രതിഷേധമായി സാബു മല കയറുന്നു. മലമുകളിൽ ചെല്ലുന്ന സാബു കാല് വഴുതി ഒരു മലയിടുക്കിൽ വീഴുന്നു. മണിക്കൂറുകളോളം സാബു അവിടെ കിടക്കുന്നു. അങ്ങനെ സമൂഹ ശ്രദ്ധ സാബു പിടിച്ചു പറ്റുന്നു. പിന്നെ ഇന്ത്യൻ സേന വന്ന് സാബുവിനെ രക്ഷിക്കുന്നു. അങ്ങനെ സാബുവിന് സമൂഹത്തിൽ ഒരു പരിഗണന കിട്ടുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും സാബു വേണ്ടപ്പെട്ടവനാകുന്നു. എങ്ങനെയുണ്ട് സാധനം? ഞാൻ ഈ കഥ എവിടെയോ കേട്ടാണത്. അത് പിന്നെ ഈ സമകാലിക പ്രശ്നങ്ങൾ എഴുതണതാണ് എൻ്റെ മെയിൻ സ്റ്റൈൽ. അങ്ങനെയാണ് ഈ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്ന് എഴുതി കാണിക്കാലോ. ഏത് മോനെ, നീ എന്റെ സകല പ്രതീക്ഷയും കളഞ്ഞല്ലോ. നീ ഏത് ശരിയാവില്ല. അതെ, കഥയൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഈ മല കയറാനും പട്ടാളത്തിന് വിളിക്കാനുള്ള ഒരു ബഡ്ജറ്റ് നമ്മുടെ ഇല്ല. അന്നൊരു പണി ചെയ്യാം. സാബുവിനെ നമുക്ക് മല കയറ്റണ്ട, ഒരു മരം കയറ്റി അങ്ങനെ അതിനുണ്ട്. മോനെ ബാബു, അല്ല മനു, അത് വേണ്ട. അന്ന് സാർ എൻ്റെ കയ്യിൽ വേറൊരു കഥയുണ്ട്. എനിക്കറിയാം വേറെ കഥ ഉണ്ടാവുന്നു. നമുക്കത് വേണ്ട, പൊയ്ക്കോ. എന്നാ പോയിട്ട് പിന്നെ വരാല്ലേ? ശരി എന്നാ. ഹലോ, എന്താ കസാര കളിയാ? ആരാണ്? എന്താണ് സാറേ, ഞാൻ മദനൻ. ആ മറ്റേ കഥ നേരിട്ട് വരാതെ മദനൻ. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. ഒരേ പ്രായത്തിലുള്ള 2 പയ്യന്മാരും ഒരു പെൺകുട്ടിയും ഒരുമിച്ച് ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. സ്വാഭാവികം. അവരൊരുമിച്ചാണ് താമസിക്കുന്നത്. ഇവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സൗഹൃദങ്ങൾ, ചെറിയ ചെറിയ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, ഇങ്ങനെയൊക്കെ പോകുന്നു സാർ കഥ. ഇത് എവിടേക്കത് പോകുന്നത്? ഇത് 5 എപ്പിസോഡ് തീർക്കേണ്ട കഥയാ. എന്റെ പൊന്ന് ശാന്താവൻ എങ്ങനെയെങ്കിലും തീർത്തോളൂ. എന്താ നീ കഥ പറയണം മോനെ. അവസാനം ഈ പെൺകുട്ടിക്ക് ഒരു പ്രണയം ഉണ്ടാകുന്നു. അങ്ങനെ ഈ സൗഹൃദത്തിനിടയിൽ ഒരു വിള്ളല് വീഴുന്നു. ക്ലൈമാക്സിൽ ഈ പെൺകുട്ടിക്ക് നൈസായിട്ട് തേപ്പ് കിട്ടുന്നു. കിട്ടണം, അവക്കത് കിട്ടണം ഇല്ലേ? അങ്ങനെ വീണ്ടും അവർ ഒന്നിക്കുന്നു. എന്തിനി? അധികം ബഡ്ജറ്റില്ലാത്ത ഒറ്റ ലൊക്കേഷനിൽ തീർക്കാവുന്ന ചെറിയൊരു സബ്ജക്റ്റാണ് സാർ. എന്താണ് എന്താണ്? അധികം ബഡ്ജറ്റില്ലാത്ത ഒറ്റ ലൊക്കേഷനിൽ തീർക്കാൻ പറ്റുന്ന ചെറിയ ബഡ്ജറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മോനടാ? സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒറ്റ മുറി, 2 ആണ്, 1 പെണ്ണ്, യൂട്യൂബിന് പറ്റിയ സംഭവമാണ് പ്രണയം. അപ്പോൾ നീ കാര്യം ചെയ്യൂ, സ്ക്രിപ്റ്റിംഗ് ആണ്, ലോ ബഡ്ജറ്റ് സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നമ്മളത് ചെയ്യുന്നു. അപ്പോൾ നാളെ കൺഫർമേഷൻ പറഞ്ഞാൽ മതിയോ? സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമ്മൾ ഇതായിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, ആ കിട്ടി. സുധിൻ ശശികുമാർ കണ്ടാ?
കണ്ടാ 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 കേരളത്തിലെ മൊത്തം യൂട്യൂബിലും തേടുന്ന ആക്ടറാ. നിലവിലിപ്പോ മലയാള സിനിമയിൽ കയറാൻ പറ്റിയ കഴിവുള്ള ഒരു നടനാണ്. ഇവൻ അഭിനയിച്ച എല്ലാ വെബ് സീരീസ് സൂപ്പർ ഹിറ്റാ. മിനിമം 2-3 മില്യൺ വ്യൂസാ. സർക്കാരിൻ്റെ അനീതിക്കെതിരെ പോരാടിയ നമ്മുടെ പടയെ തളരാതെ പിടിച്ചു നിർത്തിയത് നിന്റെ മുദ്രാവാക്യങ്ങളായിരുന്നു. നമ്മൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ട കാക്കിപ്പടയെ തടഞ്ഞത് നിന്റെ ആക്രോശങ്ങളായിരുന്നു. തെരുവുകളിൽ വിശന്ന് വലഞ്ഞു നടന്നവരുടെ വിശപ്പ് മാറ്റിയിരുന്നത് നിന്റെ ഘോര പ്രസംഗങ്ങളായിരുന്നു. നിർത്തി. അതെ 3-4 ദിവസമല്ലേ എൻ്റെ ശബ്ദത്തിനെ പറ്റി ഘോര പ്രസംഗങ്ങളാണ് തള്ളുന്നു. എനിക്ക് ഡയലോഗൊന്നും ഇല്ലേ? സാറിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് സമരത്തിൽ ശബ്ദം നഷ്ടപ്പെട്ട ഒരു ധീരസയാവാണ്. അപ്പോൾ സാറിന് ശബ്ദമില്ല. അപ്പോൾ എനിക്ക് ഡയലോഗില്ല? ഡയലോഗുണ്ട്. ഈ സിനിമയുടെ അവസാനം നടക്കുന്ന ഒരു സമരത്തിൽ സാറിന് പോലീസുകാരുടെ മർദ്ദനമൊക്കെ ഏറ്റ് സാറിനെ ചവിട്ടി മൂലൊക്കെ ആക്കിയിട്ട് കിടക്കുന്ന സമയത്ത് രക്തം വീണ് കിടക്കുന്ന മണ്ണിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് സാർ ഒരു മുദ്രാവാക്യം വിളിക്കും. അപ്പോഴാണ് സാറിന് ശബ്ദം തിരിച്ചു കിട്ടുന്നത്. എനിക്ക് അതിനുശേഷം ഡയലോഗ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് അവസാനത്തെ സമരമാണ്. അവിടെ നമ്മൾ പേരെഴുതി കാണിക്കും. അതെ, ഇയാളുടെ ക്യാരക്ടർ ഞാൻ ചെയ്യാം. ഇയാൾ കൊണ്ട് നായകനായിക്കോട്ടെ. എനിക്ക് ഡയലോഗില്ലേ? മച്ചാൻ എനിക്കറിയാം, പക്ഷെ നമ്മൾ ഞാൻ വിളിച്ച ഏത് ലൊക്കേഷനാണെങ്കിൽ പറന്ന് വരില്ലടാവൻ. അപ്പോൾ ഒരാൾ സെറ്റായില്ലേ? നെക്സ്റ്റ് അടുത്ത ആളെ കിട്ടി. കണ്ട, ഇതാണ് ആനന്ദ് മന്മഥൻ. കണ്ട, ഇതാണ് പുള്ളിയുടെ പ്രത്യേകത. കൗമാരക്കാരെ പെൺകുട്ടികളുടെ പുള്ളിയുടെ ഫാൻസ്. അപ്പൊ ആ വകയിൽ കുറച്ച് ഓടിയാണ് നമുക്ക് കിട്ടും. എങ്ങനെ ചേട്ടൻ തന്നെ ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം വന്നത്. ഏതൊരു പുതുമുഖ സംവിധാനം തോന്നുന്നൊരു ആഗ്രഹം മാത്രമാണ്, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഡേറ്റ് കിട്ടാനുള്ള ഭാഗ്യം തനിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല സഹോദര. എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ, കഥ ഒന്ന് കേട്ടേക്കാം. സന്തോഷമല്ലേ? ബാ. സാറേ, നമ്മുടെ കഥ തുടങ്ങണത് ഒരു പെണ്ണ് കാണൽ ചടങ്ങിലാണ്. അപ്പോൾ വിജയബാല എന്നാണ് സാറിൻ്റെ കഥാപാത്രവും സുഹൃത്തും കൂടി ഒരു പെണ്ണ് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ പെണ്ണ് ചായയുമായി സാറിൻ്റെ അടുത്തേക്ക് വരുന്നു. പെട്ടെന്നാണ് ഈ പെണ്ണിനേക്കാളും സുന്ദരിയായ പെണ്ണിൻ്റെ അനിയത്തി പുറകെ വന്നത് സാറ് കാണുന്നത്. അപ്പോൾ ഈ പെണ്ണിനാണെങ്കിൽ സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാറിനാണെങ്കിൽ ഈ പെണ്ണിൻ്റെ അനിയത്തിനെ ഇഷ്ടപ്പെട്ടത്. വിജയബാല ആകെ കൺഫ്യൂഷനാണ്. അങ്ങനെയല്ല, സാറ് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവുന്നു. പിന്നെ അങ്ങനെ കഥ മുന്നോട്ട് പോകുമ്പോൾ നാട്ടിലെയും പിന്നെ കൂടെ വർക്ക് ചെയ്ത കുറേ കാമുകിമാരെയൊക്കെ മറികടന്ന് ഈ പെണ്ണ് കാണാൻ വന്ന പെണ്ണിനെയും മറികടന്ന് ആ സഹോദരിനെ സ്വന്തമാക്കണം നമ്മുടെ കഥ. ടഫ് സബ്ജക്റ്റ് ആണല്ലേ, ചലച്ചിത്ര റോളാണ്. ഒരുപാട് കാമുകന്മാരൊക്കെ ഉണ്ടല്ലേ. ഒരു കാര്യം ചെയ്യാം, എൻ്റെ മാനേജർക്ക് പറഞ്ഞേ അടുത്ത ആഴ്ച ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഡേറ്റ് അറേഞ്ച് ചെയ്യാം. അതെ, ഇനി വരാൻ പോകുന്ന പെൺകുട്ടി ആരാണെന്ന് പറ. അതറിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ക്യാരക്ടർ തീരുമാനിക്കാൻ. അല്ലേ ആരും? നിനക്കെല്ലാം തരാട്ടാ. ഇതാണ് പാർവതി അയ്യപ്പദാസ്. കണ്ട, ഇന്ന് യൂട്യൂബിൽ 20 വെബ് സീരീസ് ഇറങ്ങില്ല. 19 പാർവതി അയ്യപ്പദാസ് ഉണ്ട്. കണ്ടാ, ഈ കുട്ടി എനിക്കറിയാം. ഇത് മറ്റേ സൂപ്പർ സ്റ്റാർ പെണ്ണല്ലേ, മറ്റേ കാറ്റ്. ഇതിനെ ഞാനിപ്പോൾ ബ്രാൻഡഡ് കോസ്റ്റ്യൂം മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. എടാ, നമ്മളെ കണ്ടല്ലേ ആൾക്കാർ കോപ്പി ചെയ്യുന്നത്. ചേട്ടാ ഒരു മിനിറ്റ്. എടാ, മാംഗോ അല്ല, പോമോ ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് അല്ല, മാതളം. എടാ, ഞാൻ പറഞ്ഞു വന്നത് മാർച്ച് 1 തൊട്ട് 31 വരെ എനിക്ക് ഡേറ്റ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് നോക്കാം. എടാ, ജ്യൂസ് എവിടെ? ജ്യൂസ് കുടിച്ചിട്ട് ബാക്കി ഷോട്ട് ചെയ്യാം. അതെ, ഞാൻ ഈ 3 പേരുടെ ഫോണിൽ വിളി സംസാരിച്ചിട്ടുണ്ട്. നാളെ ഒരു 9 മണിക്ക് 10 മണിക്ക് അവരോട് എത്തും. അതിന് മുമ്പ് ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം, നീറ്റ് ആൻഡ് ക്ലീൻ. മനസ്സിലായ? രാഹുൽ ഭായിയുടെ ഫുഡ് വന്ന ശേഷം പോലെ ഈ ടാബില്ലേ അവളുടെ പോയി, ഇല്ലെങ്കിൽ തലയാൻ തല്ലി പൊളിച്ചാൽ രാഹുൽ ഭായിയുടെ. ഹലോ ഹലോ, ജെയ്സൺ അല്ലേ? അതെ. ഞാൻ ഇട്ടിച്ചൻ വൈസൻ വാലി. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞേ നിങ്ങൾക്കൊരു പ്രൊഡ്യൂസറെ വേണം, അങ്ങനെ വിളിച്ചതാ. സാർ, ഞങ്ങളൊരു ചെറിയൊരു യൂട്യൂബ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായിരുന്നു. ഒരു പ്രൊഡ്യൂസറായിരുന്നു ആവശ്യം. ആണല്ലേ? അതെ, എൻ്റെ ഈ പൂത്ത കാശുണ്ടെന്ന് കരുതി അതിങ്ങനെ ആവശ്യമില്ലാതെ ചിലവാക്കി കളയുന്ന ഒരാളാണ് ഞാനെന്ന് കരുതരുത്. എന്നാലും നിങ്ങൾക്ക് എത്ര കോടി വേണ്ടി വരും?
അയ്യോ സാർ, കോടികളൊന്നും വേണ്ട. ഞങ്ങളുടെ ബഡ്ജറ്റ് ഏകദേശം ഒരു 10 ലക്ഷം. അത്ര മതിയല്ലേ? സുഖമായി. അതെ, അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേ തന്നാ പോരെ? അല്ല സാർ, സാർ നേരിട്ട് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സാറിനെ നേരിട്ട് കാണുകയും ചെയ്യായിരുന്നു, ഒന്ന് പരിചയപ്പെടുകയും ചെയ്യായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ നാളെ ഹയാത്തിൽ വരുന്നുണ്ട്. ഞങ്ങൾ ഉടുമ്പഞ്ചോല സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നാളെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു 9-നും 10-നും ഇടയ്ക്ക് നിങ്ങളെ വന്ന് കാണാം, ഒന്ന് ബ്ലസ് ചെയ്യാമല്ലോ. ഒരു നിങ്ങളെ ഗൂഗിൾ മാപ്പ് ഇട്ടേക്കോ? ഓക്കെ സാർ, ഓക്കെ ഓക്കെ ഓക്കെ. എന്നാൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്ന് കാണുവാൻ കഴിഞ്ഞ കാലം. അല്ല, എന്താ സാറിന്റെ ഉദ്ദേശം? എടാ, നമ്മളെ കണ്ട ഇതിനെ കുറിച്ച് വലിയ അറിവില്ലാത്തവരാന്ന് അവർക്ക് തോന്നരുത്. ഇത് ജയ്സേട്ടന്റെ ഡയലോഗ് അല്ലേ? അതുകൊണ്ടല്ലടാ അണിഞ്ഞൊരുങ്ങി നിക്കണത്. ഇതൊന്നും അല്ല, പാർവതിദാസ് പറഞ്ഞതിന്റെ അല്ലേ? നീ വലിയ കണക്കണ്ട, നീ പോയി കുളിക്കാൻ നോക്കടാ. നിങ്ങളായിരുന്ന പിന്നെ നീ ആരും വിചാരിച്ചേ? ഇതെന്തത്? എന്റെ രാഘവനാണ് എന്റെ സ്നേഹം, ചൂടോടെ ഉണ്ടാകത്ത്. എന്താ എനിക്കെന്ത് ഗ്ലാമർ ആയിക്കോട്ടെ. ആ ഷർട്ട് ഞാൻ എന്റെ ഷർട്ട് വയ്യടാ അവനൊക്കെ. ഇവന് ശരിക്കും തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഹലോ, നീ താഴെത്തിയായിരുന്നോ? അതൊരു മഞ്ഞ വീട് കാണുന്നില്ലേ? തൊട്ടപ്പത്തൊരു നീല വീട്, അതിന്റെ നടുക്കുള്ള വെള്ള വീടില്ലേ, അതാണ് നമ്മുടെ വീട്. എത്തിയല്ലേ, ഞാൻ ഇപ്പൊ തന്നെ ആളവിടെ. ഓക്കെ ഓക്കെ. ചാന്ത പാർവതി മറ്റേ മന്നത്ത് പറഞ്ഞു സാമഗ്രി റെഡിയാക്കി ജ്യൂസും കാര്യങ്ങളൊക്കെ. ശാന്ത അരുവേട്ടാ, മാളിയിലുണ്ടെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റില്ല കേട്ടോ. ഹലോ, മാളിയിലുണ്ടെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന്. എന്റെ ആരും ആ പ്രൊഡ്യൂസർ എന്ന് പറയണ ഒന്ന് ഇങ്ങോട്ട് വരട്ട്. നിന്റെ മാലയും വളയും കമ്മലും അരഞ്ഞാണോ എല്ലാം ഞാൻ കൊണ്ടുതരാം. പിന്നെ ആ പാർവതി അല്പം ജാടയാ, അവിടെ വലിയ ശൃംഗാരൊന്നും വേണ്ട കേട്ടല്ലോ. നിന്റെ മുമ്പിൽ അവളൊക്കെ എന്ത് ആർവേജ് അവിടെ മുഖത്ത് ഞാൻ നോക്കൂല. അവര് ആനന്ദേട്ടാ, ആനന്ദ് മന്മത് ചേട്ടാ, ചേട്ടൻ വലിയ ഫാനാട്ടോ. ഞാൻ മേറ്റ്സ് നടത്തുന്നുണ്ട്. വിഷ്ണു ഞാനതെ താൻ അരുണല്ലേ? അരുൺ 007. 007 ആരും? ഇവൻ തന്നെ, ആ ജയ്സോട്ട് ഇവനാ. താൻ എനിക്ക് സ്ഥിരമായിട്ട് ഫോളോ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നേ. അത് പണ്ടല്ലേ, വളരെ പണ്ട്. ഇപ്പൊ ഞാൻ അത്ര ആക്റ്റീവ് ഒന്നും അല്ല. അതെ അതെ അതെ, ഇപ്പൊ അവൻ അത്ര വലിയ ആക്റ്റീവ് അല്ല. പിന്നെ ആനന്ദേ, നമ്മുടെ സ്ക്രിപ്റ്റ് ഏകദേശം ലോക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ. അല്ല, ഡയറക്ടർ? അതെ, ഞാൻ തന്നെയാണ്. അയ്യോ, ഇതിന്റെ ആവശ്യമായി. പാർവതി, ഞാനും ഇതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. കോമഡി ആയിരിക്കും അല്ലേ? അത് ഉറപ്പിച്ചിട്ടൊന്നും ഇല്ല. ചിലപ്പം അരുൺ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഷൊണ്ണൻ 007 എന്ന ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അയ്യോ, കോള് വരുന്നേ, പ്രൊഡ്യൂസറാണേ. സാർ. ഹലോ ജയ്ത, ഗൂഗിൾ മാപ്പിൽ ഏതൊരു പള്ളി കാണിക്കുന്നുണ്ട്. വീടിന്റെ അടുത്ത് പള്ളിയൊന്നുമില്ല സാർ. എടപ്പള്ളി? ഓ സാർ, അത് എടപ്പള്ളി ആയിരിക്കും. എടപ്പള്ളി അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മുടെ വീട്. സാർ അവിടെ എത്തുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. പോരെ? ഓക്കെ സാർ. പ്രൊഡ്യൂസറാണേ ഇട്ടിച്ചൻ ഇവിടെ. അല്ല, കുട്ടി ഇതിലെന്തെങ്കിലും വേഷം ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഈ കുട്ടി അഭിനയിക്കുന്നില്ല. ആരതി. ചേട്ടാ, ആരതി ആനന്ദേട്ടന്റെ കട്ട ഫാനാട്ടോ. ഇന്നലെ എൻ്റെ ഒരു പുതിയ ഷോർട്ട് ഫിലിം ഇറങ്ങിയിരുന്നു, ട്രെൻഡിങ് ആയിരുന്നു. പെണ്ണ് കാണാൻ കണ്ടായിരുന്നു? പിന്നെ കാണാതെ. ചേട്ടന്റെ റൊമാൻസ് പോളി, ഒരു രക്ഷയില്ല.
ഈ കൊച്ചൻ മാറും ആരുന്നേട്ടാ സുഖല്ലേ അയ്യോ ഈ ജെയ്സൺ ഡയറക്ടർ ജ്യൂസ് കുടിച്ചു. ഫ്ലാറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെ നോക്കാറുന്ന സ്ഥലമല്ലേ, എല്ലാ പാറ്റും പരിചയമുള്ള ഒരു കുഴപ്പമില്ല. ഒരു മിനിറ്റേ. ആ സാർ, ജയ്സ ഇതിൽ ഏതൊരു പാലം കാണിക്കുന്നു ജയ്സ? പാലം പത്തടി പാലം. അവിടെ 5 മിനിറ്റ് സാർ. സാർ അവിടെ എത്തുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ സാർ, ഓക്കെ. സോറി, പ്രൊഡ്യൂസർ ആയിരുന്നു. ആ പിന്നെ സുധീൻ, നമ്മുടെ ലൊക്കേഷൻ ഏകദേശം ഇതായിരുന്നു. ഇതാണ് ലൊക്കേഷൻ. ലൊക്കേഷൻ കാണാം. ശാന്ത, നീ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു. ലൊക്കേഷൻ കാണാം. ശാന്തൻ ഇഷ്ടമായി. നിങ്ങൾ ലൊക്കേഷൻ കണ്ടായിരുന്നു? കാണാല്ലേ? ഓക്കെ. ശാന്തൻ പേര് ബെഡ് കൊള്ളാം. ഈ AC വർക്ക് ചെയ്യും. ശരിയാക്കാലോ? അത് രാഹുൽ ഭായ്. ഇയാളെ നേരത്തെ എഴുതിയേക്കണേ. ആ, രാഹുൽ ഭായ് അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും പിടുത്തം കൊടുക്കില്ലേ. ശരി, കൊള്ളാലോ. ശാന്ത. ശാന്തല്ല, ശാന്തൻ. ശാന്ത കാരണത്തിന്റെ എങ്ങനെയുണ്ട്? എടുക്കാലോ നമുക്ക്. എടുക്കോ? ചാവി തരാം. ശാന്ത, പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസർ വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ല, പുതിയ വഴി തെറ്റാറുണ്ട്. അതുകൊണ്ടാ. എന്റെ മോനെ, ആ ഹയാത്തിനടുത്ത റൂം എടുത്താ പോരാടാ. എവിടെത്തി? പുത്തളിപ്പാലോ? എടപ്പള്ളിയാ? രണ്ടില്ലേ? പിന്നെ അവിടെ പാർക്കില്ല. തൻ്റെ അവിടെ ഈ സമയത്ത് പാർക്കിൽ പോയിക്കണേ? ചങ്ങമ്പുഴ പാർക്ക? അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? ആ, ഓക്കെ ഓക്കെ. താൻ വെയിറ്റ് ചെയ്യ്, ഞാൻ വരാം. ഓക്കെ ഓക്കെ. ആ ഓക്കെ. ഹൈ ജയ്സ, നമ്മളോട് പറഞ്ഞത്? അല്ല, ഇവരാണ് ഞാൻ പറഞ്ഞ ആക്ടേഴ്സ്. ആ ശരി ശരി. ഓക്കെ ഓക്കെ. അതെ, എനിക്ക് ഈ സിനിമയോട് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ ഇവനെ പോലെ പുതിയ പയ്യന്മാരൊക്കെ ഒന്ന് പറയുമ്പോഴേ നമ്മളൊക്കെ അല്ലേ സഹായിക്കാൻ. ഞാനും കയറലുണ്ടല്ല. മനസ്സിലായില്ലേ? എന്താ പേരെങ്ങനെ? എന്റെ പേര് സുധിൻ. ഓ സുധിൻ. പാർവതി. ഓ പാർവതി. അതെന്ത്? ശാന്തൻ എഴുത്തു. അതാരോ? അല്ലേ കഥ. എന്റെ പോലെ എഴുത്തുകാരനാണ്. വിഷ്ണു വായിക്കും. സാറ് നാട്ടിലെവിടെ? ഞാൻ പൈസ വരെ ഇട്ടിച്ചൻ പൈസ വരെ എന്ന് പറയും. പീരുമേട്, കോട്ടയം, ഇടുക്കി, പാല എവിടെന്ന് വെച്ചാൽ ചോദിച്ചോ ഈ ഇട്ടിച്ചനെ പറ്റി അറിയാൻ പറ്റും. ബൈസൺ മേലെ നമുക്ക് അറിയുന്ന സ്ഥലമൊന്നുമല്ല. അവിടുത്തെ റിസോർട്ട് എല്ലാം അറിയാം. എന്തായിരുന്നു പാർക്കിന് വരുന്നത്? ചങ്ങമ്പുഴ പാർക്ക്. അപ്പൊ അവിടെ എത്തണം. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോ ഒരു 1 ലക്ഷം രൂപ തരാം. ഓക്കെ. വളരെ നിങ്ങൾ അഭിനയിക്കണ്ടല്ലേ? സുധീൻ ശശികുമാർ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ വൈറലാ. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാ. ഞാൻ കുഴപ്പമില്ല. അപ്പം ഞാൻ സമയങ്ങളല്ല. ചോദിച്ചാ എവിടെ എത്തി? വട്ടോ? എന്ത് വട്ടോ? പാലാരി വട്ടോ? എടാ, താൻ ഇങ്ങനെ ഇടയ്ക്ക് എന്നെ വട്ടം ചുറ്റിക്കല്ലോ. ആ ശരി ശരി, ഞാൻ എത്തിക്കോളാം. വെച്ചോ വെച്ചോ. ആ ശരി വെച്ചോ. അപ്പോൾ ഇത് ഞാൻ ഇറങ്ങണം. അപ്പോൾ വിളിക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ പരിപാടി സെറ്റാക്കണം. ഓക്കെ ഓക്കെ. നല്ലൊരു മനുഷ്യനല്ലേ ജയ്സേട്ടാ? കാശ് കിട്ടിയ സ്ഥിതിക്ക് എൻ്റെ അമ്മയുടെ മാല മാത്രമല്ല, ആരതിയുടെ മാല എടുത്ത് കൊടുക്കണം. അതെടുത്ത് കൊടുത്തില്ലെങ്കിൽ വല്ലപ്പോഴും അവളാണ് നമുക്ക് കാര്യങ്ങൾ സാധിച്ചു തരണം. വമ്പ സീനാ പോയ സത്യമായിട്ട്. ആദ്യം രണ്ടാള് കുറച്ച് സമാധാനം ഉണ്ടാ. ഈ പൈസ കൊണ്ട് ആദ്യം ആരതിയുടെ മാല എടുത്ത് കൊടുക്കാം. നാളെ കഴിഞ്ഞാലേ ക്യാമറ വരും, ക്യാമറ യൂണിറ്റ് വരും. അവർക്ക് പൈസ കൊടുക്കണം. പിന്നെ അകത്തിരിക്കുന്ന 3 പേർക്ക് അവർക്ക് അഡ്വാൻസ് ചെയ്യണം. പിന്നെ കോസ്റ്റ്യൂം, ഫുഡ്, അങ്ങനെ മൊത്തത്തിൽ ചിലവാണ്. ആദ്യം ഈ ചിലവൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് പോലെ നമുക്ക് എന്നാ അവരൊന്ന് ഡീൽ ചെയ്യാം. എടാ, അമ്മയുടെ മാല ഞാൻ എടുത്തു തരാടാ. വിശ്വസിക്കാം, എടുത്ത് തരും. ഷൂട്ടൊന്ന് തീർത്തോട്ടെ. പറു, എൻ്റെ ഒരു ഫാൻറ്റസി ജോണറിലോട്ടൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ പാറിന്റെ തിരക്കില്ലാത്ത സമയത്ത് നോക്കി നമുക്കത് പറയാൻ. നമ്മളെ ഒരു വീടിന്റെ അല്ല, തിരക്കില്ലാത്തപ്പോ ഞാൻ കേൾക്കാം. നായകൻ ഇല്ല, തീരുമാനമായിട്ടില്ല. കഥ പറഞ്ഞല്ലേ? നല്ല കഥ. നല്ല കഥയാ, നല്ല കഥയാ, നരിന്റെ കഥയാ.
അതെ, ഈ അഡ്വാൻസ് പേയ്മെന്റിന്റെ കാര്യമൊക്കെ എന്താ? എല്ലാം സെറ്റാണ്. നാളെ തന്നെ അഡ്വാൻസ് ചെയ്തേക്കാം. പിന്നെ ഈ നമ്മുടെ ഈ കഥ മൊത്തം വായിച്ചേ, എനിക്ക് ക്യാരക്ടർ അങ്ങോട്ട് കിട്ടിയില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റർ അത് തന്നെ എന്ന് വരാന്ന് പറഞ്ഞാൽ ഈ ക്ലൈമാക്സ് ചെയ്ത് നല്ലൊരു വൈബ് കിട്ടാൻ വേണ്ടി ആള് വട്ടവട വരെ ഒന്ന് വരിക. നാളെ തിരിച്ചെത്തും, അല്ലെങ്കിൽ ഞാൻ അവനോട് നേരിട്ട് വിളിക്കാൻ പറയും. കാരണം എനിക്ക് ആർക്ക് കിട്ടുന്നില്ല ക്യാരക്ടറിന്റെ. അത് ഞാൻ മേക്കപ്പ്മാരോട് പറഞ്ഞിട്ട് ജയ്സു, ഈ ചതിക്കുന്നത് എനിക്കിഷ്ടമാണ്, പക്ഷെ ഈ ചതിയിൽ പെടുന്നത് ലേവിസിന് തീരെ ഇഷ്ടമല്ല. കേട്ടെ, ഈ ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. ഡേയ്സിനെ വന്നേ, എല്ലാം ശരിയാക്കി ആരി ജോസ് പ്രകാശ്. അതെ, അത് ആ ജെയ്സിന്റെ വല്യപ്പച്ചനാ. ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടേ ഇങ്ങനെ പൈസ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. പൈസ ചോദിച്ചോണ്ടിരിക്കും. ഡേയ്സേട്ടാ, നമ്മൾ പൈസ ഇട്ടാണ് ബാങ്കിൽ ചെറിയ ടെക്നിക്കൽ. അല്ല, ഈ മണ്ണം മദ്യനോട് കാണിച്ച വേരത്തിലൊന്നും എന്നോട് നടക്കത്തില്ല മോനെ. എന്റെ ഡേയ്സേട്ടാ കണ്ട 1 ലക്ഷം രൂപയുടെ ചെക്ക. ഇത് മാറിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചേട്ടന്റെ പൈസ തരാൻ പോകുന്നത്. തന്നാ നിനക്ക് കൊള്ളാം. എന്തുവാടാ അവിടെ ഇവിടെയൊക്കെ ആളുകളൊക്കെ പൊത്തിരിക്കുന്നേ? നമ്മള് ചെറിയൊരു ഷൂട്ടും കാര്യങ്ങളും. സിനിമ അല്ല, യൂട്യൂബിൽ ചെറിയൊരു പരിപാടി. യൂട്യൂബ്? ഞാനറിയാത്ത യൂട്യൂബോ? അതാരാ അത്? അയ്യോ, പാർവതി. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പാർവതി അയ്യപ്പദാസ് അതോ? അയ്യോ, സുധിൻ ഇല്ലയോ? ആനന്ദ്. എനിക്കറിയത് എന്ത് ചോദ്യമാണത്? ഈ കൊറോണ വന്നതിന് ശേഷം ഞാൻ കാണാത്ത യൂട്യൂബ് ചാനലൊന്നുമില്ല. തന്റെ വീട്ടിലെ ആലീസിനും പിള്ളേർക്കും ഒക്കെ നിങ്ങളൊക്കെ എന്ത് ഇഷ്ടമെന്നറിയോ? വലിയ കാര്യമാണ്. ഞാൻ നമുക്ക് എന്നെ കൂടെ മക്കളെ പഞ്ചാല കൂടെ നടക്കുന്നേ. നിങ്ങളെല്ലാം സന്തോഷമായിട്ടൊക്കെ ഇരിക്കും. ജയ്സേ വേണം. പിന്നെ ഞാൻ ഈ വല്ലപ്പോഴൊക്കെ ഈ റീൽസും ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്യാറുണ്ടടാ. അതൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യണം. പിന്നെ ഇവര് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ എന്തെങ്കിലും എനിക്ക് പറ്റിയ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ നീ റെക്കമെൻഡ് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കണം. അത് ഞാൻ നല്ല സെലക്റ്റീവായിട്ട് 2 എണ്ണം വീട്ടിൽ ചെന്ന് അയക്കാം. പിന്നെ ഒരു കാര്യം, എന്റെ ഈ പൈസയുടെ കാര്യം എങ്ങനെ? എന്റെ പൊന്നു ഡേയ്സേട്ടോ, ചെക്കലിരിക്കണേ പൈസ ഞാൻ തരില്ലേ? വേറെ കാര്യമുണ്ട്, ചെക്ക് അങ്ങ് പോക്കറ്റ് ചെയ്താൽ പോലെ കാര്യം നടക്കണം. ഓ പിന്നെ പോട്ടെ. ഓക്കെ 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 എന്നാ. സാറിന്റെ വല്യപ്പനാണ്, കൊള്ളാലോ, നല്ല സപ്പോർട്ടീവ് ആണല്ലോ. നല്ല പുള്ളി ജന്മന അങ്ങനെ. അപ്പൊ നമുക്കെന്നാ ഇറങ്ങിയാലോ? നിങ്ങളൊക്കെ പോവാണോ? നീ വരുന്നില്ലേ? അല്ല, ഷൂട്ട് ഇവിടെ സ്ഥിതിക്ക് ഞാൻ സ്റ്റേയും കൂടെ ആക്കാന്ന് കരുതി. ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് മനസ്സിലാക്കി ഞാൻ അങ്ങനെ ചെയ്യാറ്. നീ ഇവിടെ മെത്തേഡ്, ഞങ്ങൾ പോട്ടെ. ഓക്കെ. ആരും നമ്മൾ കഴിഞ്ഞ ആഴ്ച റീൽ നീ കണ്ട? ഒരു 50 വൈറല്, 25 ലൈക്കും 6 കമന്റും. നീ ഒന്നും പറയണ്ട. ആ പാർവതിയുടെ മുമ്പിലെ നാണം കിട്ടും. നിനക്ക് ഈ ഫോളോ ചെയ്ത് വളരുന്ന സ്വഭാവം പണ്ടേ ഉണ്ടോ? എനിക്കൊന്നും ഓർമ്മ പോലും ഇല്ല. ഇതൊക്കെ ബുദ്ധി ഉറക്കാത്ത കാലത്ത് ഇറന്ന് ഏതാ പഴകഞ്ഞ് കേസുകളും പിടിച്ചോണ്ടു. അത് ആരും ഓർത്ത് വയ്ക്കേണ്ടി? വിശ്വാസമില്ല. ലോക്ക് 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 അവിടെ ലോക്ക്. മേനൻ ഇരിക്കുന്നു, ഇടാൻ പറ്റൂല. നീ തൊട്ടാ വരൂല്ല. നീ ആരും നീ ഇന്ന് വിശ്വസിക്ക്. അപ്പൊ അങ്ങനെയാണ് കഥ. സംഭവം രാഹുൽ കള്ളനാണെങ്കിലും സ്നേഹമുള്ള കൂട്ടത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡൊന്നും വാങ്ങി തരേണ്ട ആവശ്യമില്ലല്ലോ. അതന്നെ ഞാൻ ഉമ്മാരോടും പറഞ്ഞ. പക്ഷെ ഇവർക്കൊക്കെ ഇപ്പോഴും ദേഷ്യ. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ രാഹുൽ ഭായി 1.5 ലക്ഷം ഒന്ന് കൊണ്ടുപോയിരുന്നു. അത് 1.5 കോടി ഇട്ട് തിരിച്ചു വരും. അന്ന് എൻ്റെ അദൃശ്യം ഞാൻ സിനിമയാക്കും. അപ്പൊ തന്നെ ഞാൻ ഏലിയനായിട്ട് അഭിനയിക്കാൻ വിളിക്കട്ടാ. അഭിനയിക്കാനൊക്കെ വരാം. ഡയലോഗ് ഉണ്ടാ? ഡയലോഗ് ഉണ്ട്, പക്ഷെ റോബോട്ടിക് ശബ്ദത്തിലാ. ശാന്തേ? ശാന്തല്ലോടോ, ശാന്തൻ.
നീ ലൈറ്റ് ഓഫ് ചെയ്തേ, നാളെ ഏർലി മോർണിംഗ് വർക്കൗട്ടുള്ള. എന്ത് ചൂടാണ് ശാന്ത. അതെ, അത് രാഹുൽ ഭായ് കാശ് കൊണ്ട് നമുക്ക് സെൻട്രലൈസ് AC ആക്കാം. നമുക്ക് കഥ പറഞ്ഞിരുന്നാലോ? നീ കിടക്കാൻ നോക്കി വേണ്ടേ? വിഘ്നേശ്വര, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാം ഭംഗിയായി നടക്കണേ, കാത്തോളണേ. എന്തിനു പറഞ്ഞിരുന്നോ? എന്റെ ആരു മുഖത്ത് നോക്കാതെ അഭിനയിച്ച എനിക്ക് എന്റെ സ്കിൽസ് പുറത്തെടുക്കാൻ പറ്റൂല. ലവ് വന്ന് കിടന്ന് അലക്കാൻ തുടങ്ങും, അറിയാലോ, തുപ്പിയും വെച്ചോണ്ട് വരും. അതൊന്നും എനിക്കറിയണ്ട, മുഖത്ത് നോക്കാൻ പാടില്ല. ആ കുട്ടി എന്റെ മുഖത്ത് നോക്കി എനിക്ക് ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ, മിന്നായം പോലെ ഇടക്കണ്ണിട്ടൊന്ന്. പറ്റില്ലെന്നല്ലേ പറഞ്ഞേ? നശിക്കട്ട്, ഞാൻ നശിക്കട്ട്, തീർന്നു. ആരതി എന്താ ഇത്? ഇന്ന് ഷൂട്ടിന്റെ ഫസ്റ്റ് ഡേ അല്ലേ? ആർട്ടിസ്റ്റ് റെഡിയാണോ? എല്ലാവരും റെഡി ആയിട്ടാ. എന്ത് റെഡിന്ന്? ലാസ്റ്റ് എല്ലാം കൂടെ ക്യാമറ ഫ്രണ്ട് ചവിട്ടാടാൻ കളിക്കോ? ഇല്ലില്ല, അവർ 1-2 റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. ശാന്തൻ എന്താ നീ ഒന്ന് മേക്കപ്പ് ചെയ്യണമെന്നോ? വെറുതെ എല്ലാവിടെ കിടന്ന് നെഞ്ചത്തടി നല്ല വിളി. ആർട്ടിസ്റ്റുകൾക്ക് മേക്കപ്പ് കൊടുക്കണ്ടേ ജയ്സ? അല്ല, സാറെന്താ മുഖത്ത് ചെയ്ത് വെച്ചേക്കണ? എന്നാ മൈമ നീ വന്നപ്പോ തൊട്ട് നിനക്ക് എന്തൊരു അസൂയടെ എന്റെ അടുത്ത്. ഇത് കണ്ടിട്ട് എനിക്ക് അസൂയ. നീ ഡെലിവറി ബോയ് ആണ്, മനസ്സിലായ? കുറച്ചല്ല, കുറച്ച് കൂടുതൽ ഓവറാണ്. ഇത് കഴിക്കാണ്ട് നീ ക്യാമറ ഫ്രണ്ടിൽ വന്നാൽ മതി കേട്ടാ. അതിസുന്ദരനായ ഡെലിവറി ബോയ്ന്നു. അതെ, ഡയറക്ടർ ഞാനാ, ഞാൻ പറഞ്ഞ കേട്ടാ മതി കേട്ടല്ല. അത്രേ ഉള്ളൂ. ചേട്ടനെ കുറച്ചുകൂടെ നല്ല റോഡോട്ട് ഞാൻ പ്രതീക്ഷിച്ചു. തന്നല്ലേ? എനിക്കും തോന്നിയടേ, കഴിവുള്ളവരെ സമൂഹം അതൊക്കെ അംഗീകരിക്കുള്ളൂ. സാരമില്ല, പോട്ട്. ശാന്ത വഴക്ക നീ ഈ പേപ്പർ ഇടാൻ പോണ ക്യാരക്ടർ എന്തിനാടാ മേക്കപ്പ്? നിനക്ക് എന്താണ്? ഞാൻ മേക്കപ്പ് ഇട്ട് 10 ഒരു വാർത്ത വായിക്കില്ലേ? അതൊക്കെ പോട്ടെ, നിന്റെ ഷൂട്ടിന് ഇനി സമയമുണ്ട്. താഴെ ഫുഡ് വന്നിട്ട് നീ എടുത്തു വെച്ചേ, അവരൊക്കെ എത്തിയിട്ടുണ്ട്. അതെ, ഒരു ക്യാരക്ടർ തന്നു വെച്ചിട്ട് എന്നോട് പണിയെടുപ്പിക്കണ്ട. എനിക്ക് ദേഷ്യം വന്നാണല്ലോ. എന്റെ ഡയലോഗ് ഞാൻ രാത്രി ഒരു അറിവിറക്കൂട്ടാ. ദേഷ്യക്കാരൻ പത്രം ഒറ്റ വാക്കിലുള്ള ഇത് എന്തരി ഓർക്കാനാണ്? സീൻ 4. അലസമായ ഹോളിലിരിക്കുന്ന ജാനകി, ഗോപു, ബാലു. ഈ ഗോപു ആര്, ബാലു ആര്? ഗോപു ആനന്ദേട്ടൻ, ബാലു സുധീൻ ബ്രോ, ജാനകി പാറ ചേച്ചി. അവർ പരസ്പരം സംസാരിക്കാതെ മറ്റെന്തോ ചിന്തയിലാണ്. ഗോപു ബാലു, ബാലു ഗോപു, ബാലു ഗോപു. ഹാളിൽ തളം കെട്ടി നിൽക്കുന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒടുവിൽ ജാനകി ചോദിച്ചു, ഫുഡ് പോരും? ഈ സീൻ കഴിഞ്ഞ ബ്രേക്കാണല്ലോ, ഈ മഴയൊന്ന് മാറിയിട്ട് ഒലത്തി തരാം. നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. പാർവതി, മണി 2 ആയുള്ളൂ. ഇനി സമയമുണ്ടല്ലോ, ഫുഡൊക്കെ പിന്നെ കഴിക്കാം. ക്യാരക്ടറാവ്. ഹാളിൽ തളം കെട്ടി നിൽക്കുന്ന നിശബ്ദതയെ ഭേദിച്ച്. ഹലോ ചേട്ടാ, ഡയലോഗ് ഇല്ലാത്ത സിനിമയിൽ ഞാൻ എന്ത് ഡബ് ചെയ്യാനാ? 2 മുദ്രാവാക്യമല്ല, അത് നിങ്ങൾ വേറെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കും. ഇവിടെ നിശബ്ദത തളം കെട്ടി കിടക്കുമ്പോൾ ഞാൻ പിന്നെ വിളിക്കാം. ശരി, ബാക്കി വായിച്ചു. സുധി നിശബ്ദതയെ തളം കെട്ടി. സോറി, പാറു. സീൻ കഴിഞ്ഞ്. അല്ല സാറേ, ഇപ്പൊ എങ്ങനെ ശരിയാ? കാരണം ഷൂട്ടുകളൊക്കെ അല്ലേ. ഒന്നും പറയണ്ട ഈസ, ഹയാറ്റിൽ നിന്ന് വീറടിക്കുമ്പോൾ ഒരൊറ്റ തോന്നല ഗോവയ്ക്ക് വിട്ടാലോ. അതെ, സാറൊന്നും ഫണ്ട് തീർന്നായിരുന്നേ. അപ്പോൾ കുറച്ച് പൈസയും കൂടി ഉണ്ടെങ്കിൽ ബാലൻസ് ഷൂട്ട് തീർക്കാൻ പറ്റുള്ളൂ. ഓക്കെ സാർ, താങ്ക് യു. ഗോവ പഴയതുപോലെ ഒന്നല്ല കേട്ടോ, ഇവിടെ മൊത്തം ബീച്ചാ. സാർ എന്തായാലും എൻജോയ് ചെയ്തോളൂ. അതെ സാർ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? ഇവിടെ ഷൂട്ട് പോകാൻ പോണേ. ഓക്കെ സാർ, ശരി. ആ പ്രൊഡ്യൂസറാണ്, ഞങ്ങൾക്ക് ഗോവക്ക് പോകാൻ കണ്ട ടൈം മാങ്ങാത്തുള്ളി. എടാ അവനെന്തേ? ആര്? ഗിന്നസ് സിഗരറ്റ് വലിക്കണമെന്ന് വെളിയിലോട്ട് വെക്കുക. ഒരുത്തൻ സിഗരറ്റ് കൊണ്ട് വലിപ്പിക്കുന്നു, ഒരുത്തൻ പൈസ തരാന്ന് പറഞ്ഞ് വലിപ്പിക്കണം. നീ ആ കൂടെ എന്നെ പ്രാന്ത് പിടിപ്പിക്കോ? എന്തേ? എല്ലാം റെഡിയാണ് സാർ. എന്ത് റെഡി? എടാ ഗിന്നസേ, ഇതെങ്ങനെ തീരുവോ? ഇതിപ്പോ തീരും, 2 കൂടെ ഉള്ളൂ. എന്ത്? ജയ്സ, വലിച്ചാൽ നീളം കുറയുന്ന 2 സാധനമുള്ളൂ. അത് നമ്മുടെ ബീഡീസ് കിട്ടണം. എടാ തൊലിക്കല്ലേ, ഇതല്ല ഷൂട്ടിന് തീരുമെന്ന്. അത് തീരും. ഈ ഗിന്നസ് ഒരു പരിപാടി ഏറ്റതാ.
നമ്മളിടല വീശി ഇങ്ങനെ എടുക്കും മനസ്സിലായോ? എൻ്റെ പൊന്നേട്ടാ ഇപ്പം അപ്പടം കയ്യിലൊക്കെ പിന്നെ എടുക്കുക ചേട്ടാ ചോറിന് പിടിക്കാൻ കൂടി ചേട്ടാ പേപ്പറിൻ്റെ കഷ്ണം തരുമോ? ഇത് അങ്ങനെ തരാൻ പറ്റില്ല ചേട്ടാ, ഇത് പ്രോപ്പർട്ടിയാ. എന്നാ ചേട്ടാ ഒന്ന് പിടിക്കാൻ കൂടി. അത് പിടിക്കാം. ഞാൻ ആ ജയ്സിനോട് പറഞ്ഞതാ മറ്റേ മട്ട വേണ്ട പൊന്നി മതിയെന്ന്. അല്ല ചേട്ടത്തിനെ അഭിനയിക്കണ്ട? ഞാനല്ല ഇതിലത്തെ മെയിൻ. അല്ല ചേട്ടാ ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ മോളിക്ക് പോകുമ്പോ ചൂടക്കാറി പോലോ. അതിനല്ലേ ലിഫ്റ്റ് ലിഫ്റ്റ് വാ. ഓക്കെ അല്ലേ സുനെ? പറു ആനന്ദ് സ്ക്രിപ്റ്റ് ആരതേ ഇവിടെയാണോ? ഓക്കെ ആണോ? ഓക്കെ. റോൾ ചെയ്താ പതിയോ? ആടി കൊള്ളാം. ആക്ഷൻ. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളോട് ഇതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളെ പിരിയുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ സത്യം എത്ര മൂടി വെച്ചാലും ഒരു നാൾ സൂര്യൻ മേഘത്തിൻ്റെ മറനീക്കി വരുന്ന പോലെ സത്യം പുറത്തു വരും. ഈ ബാലുള്ളപ്പോ ജാനു തന്നെ വിഷമിക്കുന്നത്. ഈ ഗോപു ജാനു പറഞ്ഞ എന്താണ് കേൾക്കായിരുന്നിട്ടുള്ള പറ. ഞാൻ നമ്മുടെ ഓഫീസിലേക്ക് ഇരുന്നോട്ട് ഇഷ്ടത്തില്ല. സോ ഞങ്ങൾ വീടെടുത്ത് മാറാൻ തീരുമാനിച്ചു. തൽക്കാലത്തേക്ക് നമുക്ക് പിരിയാം. ഷൂട്ടിങ്ങാണോ? അല്ല അതെ ശാന്തൻ ചേട്ടൻ ഫുഡായിട്ട് ഇങ്ങനെ കയറി വരാൻ പറ്റില്ല നിങ്ങളൊക്കെ വിളിച്ചിട്ട് വരാം. എനിക്കറിയില്ല, അവിടെ കിടന്നിട്ട് നിരങ്ങണ്ട് കിടന്നിട്ട് അത്ര കൊടുത്താൽ തിന്നൂല. ഇതെൻ്റെ ഡയലോഗ് കയറി വരിക കുറച്ചും കൂടി ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അതിൽ കുറച്ച് ഡ്രാമ കയറി വരുന്നുണ്ട് കഴിഞ്ഞ സീനിലൊക്കെ പ്രത്യേകിച്ച്. അത് നിമ്മാതെ ഡയലോഗ് വന്നാൽ എന്നാ ചെയ്യാനാ? സൂര്യൻ മേഘത്തിന്റെ മറന്നേക്ക് വരുമ്പോൾ എന്തോ കഴിഞ്ഞ സീനിലെ ഞാൻ ഗ്ലിസറിൻ പോലും ഇല്ലാതെ കരഞ്ഞുണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു. സീന് കരയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല കരയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു, പക്ഷേ ക്യാരക്ടർ ഇങ്ങനെ എമോട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ചിലപ്പോൾ അങ്ങനെ തരും, അപ്പോൾ അങ്ങനെ കരയേണ്ടി വരും. സുഖം ഡയറ്റ് ഫുഡ് വേണമെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. സുധിൻ്റെ അഭിനയമില്ലേ നൈസല്ലേ? എനിക്ക് ഭയങ്കര കംഫർട്ടാണ് അവൻ്റെ കൂടെ അഭിനയിക്കാൻ. വേഗം കഴിക്കാൻ പറടാ. എന്താടാ ജയ്സേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ഇട്ടിച്ചൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഷൂട്ട് തീരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പൈസ നിന്റെ അച്ഛൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? ഇല്ലല്ലേ. എൻ്റെ അമ്മയുടെ മാല. നിന്റെ അമ്മയുടെ മാല ഞാൻ എടുത്ത് ഷൂട്ട് കഴിക്കാം. രാഹുൽ സാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ഈ രാഹുൽ പാട്ടുകാരുടെ അവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഒരു കാര്യം ചെയ്യും, നീ അതെടുത്തോ. അല്ല അതങ്ങനെ പറ്റില്ല. അങ്ങനെ എടുക്കില്ല അല്ലേ? അന്നൊരു കാര്യം ചെയ്യും, നീ പോണ വഴിക്ക് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തോ. കാരണേ വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞിട്ട് കാര്യമില്ലടാ. ഇവിടെ എന്താ ഷൂട്ടിംഗ് ആണോ? കൊച്ചു കള്ളം കണ്ടുപിടിച്ചു. ഷൂട്ടിംഗ് ആടാ. അതെ ചാൻസ് ഒന്നും ഇല്ലടാ, ഒക്കെ ഫില്ലായി ട്ടാ. ഇല്ലടാ ഒന്നുമില്ലടാ, എല്ലാം ഫില്ലായിട്ടാ. പിന്നെ നീയേ നാളെ നേരത്തെ കൊണ്ടുവന്നോട്ടാ ഫുഡ്. ട്ടാ നിനക്ക് തിരക്കുണ്ടാവും അല്ലേ? ഉണ്ട് നിനക്ക് തിരക്കുണ്ടാവും. അപ്പൊ ശരി ട്ടാ. നിനക്ക് റേറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെടാ ശരി ട്ടാ. ഓക്കെ നീ എന്താ മാറി ഞാൻ അടുത്തേക്ക് വാ. പെട്ടെന്നൊരു ഫോൺ ബില്ല് കഴിക്കുന്നു, അപ്പോൾ ഓർമ്മ വരുന്ന ആയിരിക്കും ഫുഡ്. അത് ഓർഡർ കൺഫേം ചെയ്യുന്നു, ഫുഡ് വാങ്ങിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ എടാ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഓവറായിട്ടുള്ള കോമ്പോ സീന് എൻ്റെ സീറോ സ്ട്രെസ് സൂക്ഷിച്ചു. മുഖത്ത് നോക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷൂട്ട് എടുക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശാന്ത നീ പുറത്തേക്ക് ഷൂട്ട് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്കാൻ. ആക്ഷൻ. മാഡം ഫുഡ്. എടാ നീ എന്തിനാണ് തല മുമ്പിട്ട് കൊടുക്കണത്? അങ്ങനെ നേരത്തെ പറഞ്ഞ
കൺഫേം ചെയ്യണാലും മതി. എന്ത് കൺഫേം ചെയ്യണത്? ഇങ്ങനെ കൊടുക്കണം എന്തിനാ അതിന്? കൊടുക്കാം ഇല്ല എന്ത് ഫുഡ്? ആക്ഷൻ. പാർവതി റോൾ ചെയ്താ പോവാ. ആക്ഷൻ. മാഡം ഫുഡ്. പിന്നെ വലിക്കടാ, ഇതൊന്ന് തീർത്തോട്ടെ. ധൃതി എന്താ? ക്യാമറ റെഡി അല്ലേ? ബാറ്ററി എല്ലാം പിന്നെ ഇതുവരെ ഞാൻ യൂണിയൻകാരെ വിളിക്കുന്നു. അയ്യോ ജയ്സ, അതെ ഈ പത്രം മാത്രം നമ്മളൊരു സുഖം കിട്ടുന്നില്ല. ഞാൻ മുന്നിൽ എന്തെങ്കിലും ചേർത്തോട്ടെ. എൻ്റെ പൊന്നു കുഞ്ഞാ, നീ എന്തെങ്കിലുമൊക്കെ ചേർത്ത്. അസുഖം ഈ ഫ്രെയിം എക്സസൈസ് ചെയ്യുന്നു. ആനന്ദ് ബ്രോ, നിങ്ങളോട് ചായ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പേപ്പറായിട്ട് ഇടുന്നു, അത് എടുക്കുന്നു. അതാണ് നമ്മുടെ ഇപ്പോൾ ആക്ടിവിറ്റി. എടാ മാർക്ക് ചെയ്ത് കൊടുക്കാൻ, മാർക്ക് ചെയ്ത് കൊടുക്കും. സൈക്കിളോടെ എടുത്തേണ്ടത് ഇതാണ്. റെഡി അല്ലേ ആനന്ദ് ബ്രോ? റെഡി അല്ലേ ബ്രോ? റെഡി അല്ലേ ആനന്ദ് ബ്രോ? എൻ്റെ പൊന്നു ഗിന്നസ്, എന്താണിത്? ബോളിവുഡിൽ നിന്നാണ് അതാ. റോളിംഗ്. എന്തോ എന്തോ ആക്ഷൻ. ഇരുപത് 2/2022 പത്രം. 2022 പത്രം. എന്താണ് നീ ചെയ്യണത്? പത്രം ഇടാൻ പറഞ്ഞത്. നീ പത്രം നീ വണ്ടിന്ന് ഇറങ്ങിയിട്ട് സ്റ്റാൻഡ് അതല്ലാണ്ട് പേപ്പർ ഇട്ടു നിനക്ക്. പത്രം മുന്നടിക്കും. ഞാനൊരു കാര്യം പറയട്ടെ. അല്ല ഇപ്പൊ പുള്ളി എന്നെ കാണുന്നുണ്ടല്ലോ, അപ്പൊ എന്റെ അടുത്ത് ഡയലോഗ് പറയേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ. പത്രം ഇട്ടിട്ട് അങ്ങ് പോയാ പോരെ. ഹലോ, അത് ഡയറക്റ്റ് തീരുമാനം. ആനന്ദ് പറഞ്ഞാലും കറക്റ്റ് ആണ്, കാര്യമുണ്ട്, മനസ്സിലാക്ക്. പത്രം പറഞ്ഞിട്ടുണ്ട്. ഈ പത്രത്തിന്റെ പേര് പറയണ്ട, പത്രം ഒന്ന് ഇട്ടാ മതി. പത്രത്തിന്റെ പേര് ഡേറ്റ് അത് അഭിനയത്തിൽ കൊണ്ടുവന്നാ മതി. കറക്റ്റ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യട്ടാ. ആ മാർക്ക് കറക്റ്റാന്ന് നോക്കിയോ? എന്റെ ആ കറക്റ്റ് മാർക്ക് കൊണ്ട് നിർത്തണം. ഓക്കെ റെഡി. ആ ക്യാമറ എന്തേ ഇന്നസേ? അതാരും റോളി എടാ ഈ റോളി ഇവിടെ ഇത് ഓണാക്കണം. അത് മതി കറക്റ്റ്. ഓക്കെ ആക്ഷൻ. ഇതാണ് ഞാൻ ആക്ഷൻ. കേട്ടാ? ആ The subscriber is currently switched off. Please try after some time. അങ്ങനെ പശുക്കുട്ടി വിൽക്കാൻ അച്ഛൻ സമ്മതിക്കാതായപ്പോഴാണ് ഈ പശുക്കുട്ടിയെ വിൽക്കുന്ന പോലെ നിനക്ക് തള്ളപ്പശുവിനെ വിട്ടുവിടുക. പശു പ്രസവിച്ച ഉടനെ മരിച്ചു പോയില്ലേ, പിന്നെ പശുക്കുട്ടിയല്ലേ വിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പശുക്കുട്ടി വിൽക്കാൻ സമ്മതിക്കാതായപ്പോഴാണ് ഞാൻ അമ്മയുടെ മാല എടുത്ത് പണയം വെച്ചത്. താങ്ക് യു. അങ്ങനെ എല്ലാം കൂടി 1.5 ലക്ഷം രൂപയായി. ഈ കാശായിട്ടാണ് ഞാൻ കൊച്ചിക്ക് വണ്ടി കയറിയത്. ഈ കാശും കൂടി രാവിലെ നാട് വിട്ടത് അറിയാവോ? തീർന്നില്ല ഇത്. നീ പറഞ്ഞത് വൈകിട്ട് 5 മണി വരെ തോന്നണം, അതല്ലേ? നടക്കോ അല്ലെ? ബഡ്ജറ്റ് വിളിയോട്ടെ, അതാണ്. ഈ കാശും പറ്റിച്ചാണ് അവൻ പോയതല്ലേ? നിങ്ങൾക്ക് കേസ് കൊടുത്തുവിടായിരുന്നു. എൻ്റെ പൊന്നു പാർച്ചേച്ചി, എങ്ങനെ കേസ് കൊടുക്കാനാ? അങ്ങേരായിട്ടുള്ള ആകെപ്പാടെ ഒരു തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂമിലുള്ള ഒരു ഫോട്ടോ ഇല്ലേ, അതാ. അതിലാണ് അങ്ങനെ തിരിഞ്ഞു കിടക്കുന്നത്. നാട് എവിടെയാന്നോ വീട് എവിടെയാന്നോ ഒരു പൊടി പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ശരി, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് വരെ ഇവരെ പറഞ്ഞാൽ മതി. എടാ, ഒരു പരിചയമില്ലാത്ത ഒരാളെ ആരെങ്കിലും വിളിച്ച് വീട്ടിൽ കയറ്റി താമസിപ്പിക്കൂ? ഞങ്ങൾ താമസിച്ചതല്ലോ, അങ്ങനെ ഞങ്ങളെല്ലാവരെയും വിളിച്ച് താമസിപ്പിച്ചതല്ലേ. ആന്നേ പാർച്ചേച്ചിക്ക് ഒരു കാര്യം അറിയാവോ? ഞങ്ങൾ ഇവിടെ വരുന്നവരെ ഞങ്ങൾ ആരും തമ്മിൽ പരിചയമില്ല. ഇങ്ങനെ ഞങ്ങളെ വലയിട്ട് പിടിച്ചതാ.
അപ്പൊ ഓസിന് ഒരു വീട് കിട്ടുമെന്ന് പറഞ്ഞപ്പോ എല്ലാം കൂടെ ഇടിച്ചു കയറിയത് താമസിച്ചല്ലേ? 1 2 3 4 4 ബൾബ് ഓക്കെ. ഒരു ബൾബ് കൂടി വന്നാൽ കറക്റ്റ് 5 കറക്റ്റ്. ഞാൻ വിഷ്ണു വെച്ചിട്ടുണ്ടോ? ഞാൻ അന്വേഷിച്ചോട്ടെ. അതെ, ഒരു പാറ്റ് കിങ്സ് വാങ്ങിച്ചോ. കിങ്സ് മതിയോ? എൻ്റെ പൊന്നാനന്ദേട്ടാ, കൊന്നാ പാപം തിന്നാ തിരുന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച ആശുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ എല്ലാ ദിവസവും അങ്ങനെ ഫുഡ് ഡെലിവറി ചെയ്യും. അത് എന്തിനാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഒരു എത്തിക്സ് ഉള്ള കള്ളനാണല്ലോ. ഒരു എത്തിക്സ് ഓളിയാ വിഷ്ണു. കഥ പറയണ എൻ്റെ ജീവിത കഥ പറഞ്ഞു. എന്ത് ജീവിത? ഒരു ധാരണ കഥ. നീ പോയിട്ടൊരു ടിക്കോ നശിപ്പിക്കോ കുത്തുകളെ അടിപ്പിക്കോ പറഞ്ഞു. പിന്നെ പറ്റിനെടുത്ത് പാറ ചേച്ചിയല്ലേ പാറ പോയിട്ട് വല്ല വാങ്ങിക്കണ. ശരി. എന്റെ ശാന്ത എന്ത് ടെസ്റ്റാണ് ഇങ്ങനെ ഒരു ഡയലോഗിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. സുജിൻ ബ്രോ, ഈ 10 സീനാന്ന് പറഞ്ഞിട്ട് ഞാൻ 10 സിനിമ 4 വട്ടം കണ്ടത്. എന്നിട്ട് ആ ഒരു ഡയലോഗ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടെന്ന് അറിയാൻ സിനിമ കണ്ടത്. ഇവിടെ നായകനാട്ടിൽ എനിക്ക് ഡയലോഗില്ല. അതേപോലെയാണ് എനിക്ക് കൂടെ ഒപ്പം നടന്നിട്ട് അവരെന്റെ പിന്നാലെ നടക്കും ഡേറ്റിന് വേണ്ടിയിട്ടുണ്ട്. നമുക്കൊരു ജ്യൂസ് കുടിക്കാം. വന്നേടി. ഇല്ലളിയാ, നടക്കൂല. നീ ഇത് പറയണ്ട. ഈ കാര്യം മാത്രം നീ പറഞ്ഞു. നടക്കൂല. എടാ, ഒരു ദിവസത്തെ കാര്യമുള്ളടാ. ആ പ്രൊഡ്യൂസർ പൈസ പിറ്റേ ദിവസം എടുത്തു കൊടുക്കുന്നു. നീ പറഞ്ഞല്ല, എനിക്ക് മനസ്സിലായി. ഈ മാല നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് എടുത്തല്ലേ ഉള്ളൂ. ഇത് വീണ്ടും ഞാൻ ചോദിച്ചാൽ ആ പെണ്ണ് എന്നെ എടുത്ത് ഉടുക്കുവളിയാ. എടാ, നീ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ക്യാമറ റെന്റ്, ഫുഡ്, അവരുടെ ട്രാവലിങ്, ഇതൊക്കെ പൈസ വേണ്ടേ? അല്ല പോലെ അതായത് ഇവനെന്തോ പറയാനുണ്ടെന്ന്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങളെ തീർത്താ കേട്ടല്ല. ഞാൻ നമ്മൾ അന്നത്തെ റീൽ എന്തായി? പിന്നെ പുതിയ റീൽ വല്ലതും എടുക്കണ്ടോ? നീ പോയില്ലേ? റെഡിയല്ലേ? ഏകദേശം റെഡിയല്ലേ? സ്ക്രിപ്റ്റ് എന്താ? ലൈറ്റ് ഇട്ടോ. എന്താണത്? നീല കുറച്ച് ഓവറാണല്ലേ? പള്ളിപ്പെരുന്നാളാ? നീല മാത്രമല്ല, മൊത്തത്തിൽ ഓവറാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ശരിയാക്കാം. എന്ത് ശരിയാക്കാന്ന്? ഇവർ ഇത്ര പേര് വിളിച്ചു വെച്ചിട്ടാണ് കൊടുക്കുക ശരിയാക്കല്. അല്ല പിന്നെ പട്ട് നീ എവിടത്തെ അടുത്ത് കുത്തിയത്? ആരെ വെച്ച് നീ കണ്ടില്ല വെച്ച് നീ? നീ എന്താ കാണിച്ചത്? നീ പവർ ഫെയിലിയർ ആയിരിക്കും. പവർ ഫെയിലിയർ അല്ല, നീ മൊത്തത്തിൽ ഫെയിലിയർ ആണ്. നീ എഴുതി നീ ക്യാമറ കണ്ട് കോപ്പി ചെയ്യാൻ നിൽക്കണ്ട. അല്ല പിന്നെ പ്രൊഡ്യൂസർ ഒരു സൈഡിൽ നിന്ന് വലിപ്പിക്കുന്നു, നീ ഒരു സൈഡിൽ നിന്ന് വലിപ്പിക്കുന്നു, ബാക്കിയുള്ളവർ ഒരു സൈഡിൽ വലിപ്പിക്കുന്നു. ഞാൻ എന്താ പ്രോപ്പറോ? ഗോൾഡ് വന്നിട്ടുണ്ട. എന്റെ പൊന്നമ്മ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ ഇപ്പൊ ഷൂട്ടിലല്ലേ. ഈ പോസ്റ്റിന്റെ ലാസ്റ്റ് ദിവസം പറഞ്ഞേച്ചി എല്ലാം സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത സീൻ പോലാണ്. ഇപ്പൊ ലാസ്റ്റ് ദിവസം കേട്ടോ, ഇതുകൊണ്ടെല്ലാം സെറ്റ് ആയി ഒരു ചായ ഇട്ടു തരാം. പൊന്നാരതി ആർട്ടൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ പയ്യേ. ഇത് എന്റെ പണിയാണോ? ചെയ്തു വന്നപ്പോ എന്താ ഇതൊന്നും ചെയ്യും ഇവിടെ വേറെ ഇല്ലാത്ത പോലെ. പിന്നെ മാല എവിടെയോ? അത് ഞാൻ കുളിക്കുന്ന ഒരു വെച്ച് എടുക്കാൻ മറന്നു. മോളൂസിന് പൊട്ടൊട്ടും ചെയ്യുന്നില്ല കേട്ടോ. സാരിയിട്ട് മോളൂസ് വിളിക്കുന്ന ആവശ്യമില്ല. ആർദ്ദിനെ വിളിച്ചാൽ ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ അടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനകിയുടെ കാമുകൻ അവനെന്തേ അരുണേട്ടൻ അമ്പലത്തിൽ പോയപ്പോ ഈ സമയത്ത് തന്നെ പോണോട്ടാ. എന്റെ പൊന്നു മോളെ തരാ. ഈ സമയത്ത് നീ ഇവിടെ എന്തെടുക്കണടാ? ഈ സെല്ലിൽ 100 കൂട്ടം പണിയെടുക്കണ ചായ ഉണ്ടാക്കണ നീ. ഫുഡ് വാങ്ങിക്കാന്നാണ് അതിലോട്ട് പോയതാ. ഇതുവരെ വന്നിട്ടുണ്ട്. രണ്ട് വഴിക്ക് പോയിക്കോണോട്ടാ. അല്ലെ ഇതെന്താണിത്? ഗിന്നസ് ബുക്ക് പറഞ്ഞിട്ട് വെച്ചു ഡേറ്റന്റെ ബില്യൻസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ചു ദിവസം നോട്ട് ചെയ്യാനാണ്. ഈ സെറ്റിൽ ഡയറക്ടർ ആരാ? ആ ബോധം നിനക്ക് വേണം കേട്ടല്ല. ചേട്ടാ, ഞാനിവിടെ പട്ടിയെ പോലെ പണിയെടുക്കുന്നുണ്ട്. എന്റെ അമ്മയുടെ മാലയെ പറ്റി പറയുമ്പോ ഉന്മേഷം ഒന്നും കാണത്തില്ലല്ലോ. എടാ, നിന്റെ അമ്മയുടെ മാല എടുത്തു തരാം. നീ എവിടെ ഗിന്നസ് എവിടെ നോക്കിയേ?
ഇല്ല പിന്നെ മാല ഇവര് പോകാൻ പറ്റിയത് സുധി ബ്രോ അങ്ങനെ കണ്ട ഗിന്നസ് ബ്രോയെ ഗിന്നസ് ബ്രോയെ കണ്ട നിങ്ങൾക്ക് പൊഗോലിക്കാണ് ഗിന്നസ് കിട്ടിയത്. ഇറങ്ങണോ ഗിന്നസ് ഒന്ന് ഇറങ്ങണോ, മനുഷ്യ ഒന്ന് കക്കൂസി പോണോ, ഒന്ന് ഇറങ്ങോ, ഇറങ്ങണോ. ബ്രോ ക്യാമറ വന്നൊന്ന് നെക്കി തരാവാ. വിഷ്ണു എന്ത് യേശുദാസ് പാടും, യേശുദാസും പാടും, എന്നിട്ട് മോനും പാടും. അതിനിപ്പോ എന്നാ? പക്ഷേ പോരി പാടില്ല. എന്ത് ചെറിയാടോ എന്റെ അമ്മ 2 ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് വരുത്തില്ലേ? അമ്മ ഞാൻ വന്നിട്ടില്ല, ശരിയാക്കി തരാമേ. അമ്മ ഇപ്പൊ ഇവിടെ ഷൂട്ടിങ്ങിൽ അമ്മ ഇപ്പൊ ഫോൺ കട്ടി, അമ്മ ഫോൺ കട്ടി. അമ്മ പിന്നെ ഈ അടുത്ത് വെച്ചേക്കണം എന്നിട്ടാണ് തൊപ്പെടുക്കാൻ പറഞ്ഞത്. ടീച്ചറുടെ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിക്കോട്ടോ. എന്താണ് ഈ വരുന്ന ശനിയാഴ്ച എന്റെ കുതിരപ്പന്തിയിലെ വല്യമ്മയുടെ കല്യാണമാണ്. അന്ന് മാലയായിട്ട് പോയില്ലെങ്കിൽ അമ്മ എന്നെ വീട്ടിൽ കയറ്റത്തില്ല. എടാ കല്യാണത്തിന് കല്യാണപ്പെടല്ല മാല അമ്മയല്ലല്ല പിന്നെന്താണ്? പൊന്നു ചേച്ചേട്ടാ, അന്ന് കുടുംബത്തിലുള്ള എല്ലാ പരദുഷ്ട പണ്ടരങ്ങളും വരും. അന്ന് മാലകളും കൊടുക്കാൻ പറ്റുമെങ്കിലുണ്ടല്ലോ, പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. എന്റെ പൊന്നു മോനെ ശനിയാഴ്ച ടൈമില്ലേ, നീ താഴേക്ക് വന്ന് ബാക്കിയുള്ള ഷൂട്ട് ചെയ്ത് തീർക്കണം. ഉച്ചക്കെങ്കിലും പൈസ പാളി തെണ്ടി ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. നീ ഇതെവിടെ നിന്നോ ഓടിക്കഴിച്ചു വന്നു? നീ അമ്പലത്തിൽ പോയാലും ഓടാൻ പോയതാ? അമ്പലത്തിൽ വെച്ചേ ഞാൻ നമ്മുടെ പിടിവാശി ഇവിടെ ഇരി. നമ്മുടെ ഭദ്രനെ കണ്ടിരുന്നു, പിടിവാശി ഭദ്രൻ. നിങ്ങളുടെ ഇതിനിടെ അമ്പലത്തിൽ പോകാൻ പറഞ്ഞ ഇവിടെ ഷൂട്ടിങ് അതിനൊക്കെ അറിയത്തില്ലേ? അപ്പൊ അയാൾ എന്ത് പറഞ്ഞു? അയ്യോ പറഞ്ഞ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അങ്ങനെ കൊടുക്കാനുള്ള പൈസ മുഴുവൻ കൊടുത്തു തീർത്തില്ലെങ്കിൽ നമ്മുടെ എല്ലാ അണ്ടം കീറുന്നു പറഞ്ഞിട്ടുണ്ട്. അളിയാ കൂടും കൂടെയൊക്കെ എടുത്ത് ഇറങ്ങേണ്ടി വരും. അയ്യോ അയ്യോ അതൊക്കെ പ്രൊഡ്യൂസർ ചെക്ക് ചെയ്യുന്നപ്പോ ഡേവിസേണ്ട പൈസ കൊടുത്താൽ മതിയായിരുന്നു. പ്രൊഡ്യൂസർ തെണ്ടിയ പന്നീനെ നമ്പിയതാണ് ഞാൻ പെട്ടുപോയത്. ഇവന്റെ മാല റെന്റ് ഈസേട്ടാ കിട്ടിച്ച വിളിച്ചെല്ലാം ശരിയാവത്തില്ലേ? വിളിക്കുന്നവരെ കാത്തിരിക്കും. ഇപ്പൊ വാ പരിപാടി സെറ്റ് ആക്കും. എഴുന്നേക്കണേ. വെള്ളം എടുത്താളിയാ. വെള്ളം ഇവിടെ മനുഷ്യൻ വെള്ളം കുടിച്ചിരിക്കണേ, ഇടയിലാണ് വെള്ളം. ഈ നേരെ നേരം നീ എന്നെ കൊച്ചാക്കാണ്. എന്ത് കുന്ന് ഞാൻ പറയണ ആംഗ്ലോ വെച്ചാൽ കേട്ടാ. അല്ല പിന്നെ റെഡിയല്ലേ? എടാ സ്ക്രിപ്റ്റ് ഉണ്ടോ? നേരെ പോകരുത് വിഷ്ണു. എടാ സ്ക്രിപ്റ്റ് കൊണ്ടോടാ. അപ്പൊ നമ്മൾ എടുക്കാൻ സീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ജാനകി കാമുകന് തേപ്പ് കിട്ടി ഒടുക്കം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ നിലവിളക്ക് കത്തിച്ച് അവളെ സ്വീകരിക്കുന്നു. അതാണ് സീൻ. നമ്മൾ ഈ ജാനകി കാണുമ്പോ ഞെട്ടുന്നുണ്ടോ? ഞെട്ടല് സ്വല്പം ഞെട്ടില്ല, പിന്നെ അത്ഭുതവും സന്തോഷവും അങ്ങനെ സംഭവങ്ങള് കാര്യങ്ങളൊക്കെ. ഈ വിളക്ക് നിങ്ങൾ ആരെങ്കിലും ഒരാളെടുത്താൽ മതി. ഞാൻ വിളക്കില്ല, അതിനാണ്. ആ പാർവതി ഡയലോഗ് അവൻ എന്നെ തേച്ചു. അവൻ എന്നെ തേച്ചു. അവനല്ല, അവൻ എന്നെ തേച്ചു. അവൻ എന്നെ തേച്ചു. ക്യാമറ റോളിംഗ്. ഞാൻ പോട്ടെ. നമ്മള് വിഷമിച്ചല്ലേ? പാർവതി റെഡിയല്ലേ? റെഡിയല്ലേ? ക്യാമറ റോളിംഗ്. എന്താടാ ആക്ഷൻ. എന്തോ അവൻ എന്നെ തേച്ചു. തീപ്പെട്ടി എന്താടാ? തീപ്പെട്ടി എന്താടാ? നിനക്കറിയില്ല ഇതിനകത്ത് ഇത് വിളക്കുള്ള കാര്യം? എന്താ അന്വേഷിക്കടാ ചെല്ലിപ്പോ. നീ എന്നാ കുറച്ചും കൂടെ ചായ ഉണ്ടാക്കിയത്? ഫ്രിഡ്ജിന്റെ വെള്ളം നോക്കിയാ. ക്യാമറ ചെയ്യാനുണ്ടായവനെ, ക്യാമറമാനെ തീപ്പെട്ടി എന്നുള്ള ഇവിടെ എല്ലാരും വിളിച്ചു പോകിയത്. തീപ്പെട്ടിന്നല്ലേ ചോദിച്ചോളൂ, ലൈറ്റർ ഒന്ന് പറഞ്ഞ. പിന്നെ അതിന് വെള്ളം വന്നത്.
പോട്ടെ വായിങ്ങാട് എങ്ങനെ കേറാൻ ഇതൊക്കെ ഒന്ന് കെട്ടി വെക്ക് സൊളനൊക്കെ കേറട്ടെ ആടെ ഇങ്ങോട്ട് തലപ്പാവും നീന്തോ മുടച്ചക്കറോ എന്താണ് ആക്ഷൻ ആരെ വേട്ടാ ഇവരേല് ക്യാഷായിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോ എന്തൊട്ടപ്പോ ചെയ്യാ? സാമ്പാറും ചോറും മാത്രം. ആ ശരി വേട്ടാ, അങ്ങനെ ചെയ്യാം. സാമ്പാറും ചോറും കഴിച്ചാൽ മതി ഇപ്പൊ തൽക്കാലം. എനിക്കുള്ള 2 ദിവസം ചിക്കൻ കറി എന്താടാ? എടാ പപ്പട എന്താടാ 2 നമ്മുടെ കമ്പനിയിലോടാ എന്താണത്? എന്റെ പൊന്നിയേട്ടാ, നമ്മുടെ കമ്പനിയുടെ കേസ് എന്റെ കമ്പനി പോയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചേട്ടൻ മാറിയേ. എടാ 2 പപ്പട നാളെ വരെ നടനൊക്കെ ഔട്ടാണ്. നിങ്ങൾ കഴിക്കുന്നില്ലേ? കഴിക്കാൻ തോന്നുന്നുണ്ട് കോപ്പ്. ജയ്സേട്ടാ ഇപ്പൊ ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയില്ല. മനുഷ്യൻ ടെൻഷൻ അടിച്ച് അളപ്പള ഇരിക്കുന്നത്. അല്ല അവള് ചോദിക്കട്ടോ, എന്റെ പൊന്നരുതി ആരെ കൊന്നിട്ടാണ് ഞാൻ മാല അടിപ്പിച്ച് വരുമ്പോരെ. ഈ ചേട്ടാ കൊല്ലുവാണെങ്കിൽ 2 പേരെ കൊല്ലേണ്ടി വരും. എന്റെ അമ്മയുടെ മാല ഇതൊക്കെ അവന് വേണ്ടി ചെയ്യുന്ന നിന്റെ വിചാരം. എന്തുകൊണ്ടാണ് അവനെ താളം നടത്താൻ? എല്ലാത്തിനും കാണാൻ രാഹുൽ തന്നെയാ. അവനെ എന്റെ കയ്യിൽ ഞാൻ കിട്ടിയാലുണ്ടല്ലോ എന്റെ 1.5 കോടി പൈസ നീ പോ, അത് പോയി പൈസ എന്തെങ്കിലും എടുത്തു കൊടുക്കും. മുരിങ്ങാക്കോല് കിട്ടാത്തവർ പറയണേ, മുരിങ്ങാക്കോല് കിട്ടാത്തവർ പറയണേ. ഇച്ചിരി അവിയലോ ചാറിലാണ്ട് കുറച്ച് കഷ്ടം കൊടുക്കട്ടെ. കഷ്ണോട്ടെ എങ്ങടെ പോണത്? കഴിക്കാനുള്ള തന്നെയല്ലേ, ചിക്കൻ പീസോ ഇല്ലേ? എന്താ മുരിങ്ങയ്ക്ക ഒരുപാട് തിന്നുമല്ലേ? മതി. ചേട്ടാ പാർവതിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? എന്താ ചെയ്യാ? ചേട്ടാ ഇച്ചിരി ചോറിടാൻ, കറി കൂടിപ്പോയി. അത് ഫുഡൊക്കെ അടിപൊളിയായിരുന്നില്ലേ? അവിടെ പിന്നെ ചോദിക്കണ്ട. 100 കഴിച്ചാ അങ്ങനെ വിളിച്ചില്ലേ? അങ്ങനെ വിളിച്ചില്ലടാ. നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. എൻ്റെ ആദ്യം എൻ്റെ തന്നാൽ മതി. പക്ഷേ ക്യാമറ റെൻ്റ് നിന്ന് കൊടുക്കണം. വൈകിട്ടത്തേക്ക് അവന്മാർ ഒന്ന് ക്യാമറ എടുത്തിട്ട് പോകും. അതെ, നീ അമ്മമാരെ വിളിച്ച ഫോൺ എടുത്തവിടെ. ഈ ഒരു സിനിമ ആയിട്ടുണ്ടെങ്കിൽ പരിപാടി തീർക്കും. ബാക്കപ്പാണ്. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും പ്ലീസ്. എടുക്കണ്ടേ? എടാ നീ എടുക്കണ്ട. നിങ്ങൾ നീ അത് വേണ്ട എന്താന്നൊക്കെ ചോദിച്ചേ. ചെല്ലി ഫോൺ എടുക്കരുത്. ഓക്കെ അല്ലേ? ഓക്കെ. അതെ, എല്ലാവരും ഒരു കാര്യം പറയാം. ഈ സിനിമ എടുത്തതിന് നമ്മൾ ഇത്ര നാളെ കഷ്ടപ്പാട് തരും. അതുകൊണ്ട് കൂടുതൽ റീടേക്ക് പോകാതെ ഒറ്റ ടേക്ക് തീർത്തിട്ടുണ്ടെങ്കിൽ പരിപാടി തീർന്നു. ആക്ടേഴ്സ് റെഡി അല്ലേ? നീ എന്തായാലും തിരിച്ചു വന്നാലോ? അവൻ പണ്ടേ വിടായിപ്പ ആക്കിരാം. എനിക്കല്ലെങ്കിലും ഇത് വേണം. നിങ്ങളോട് എല്ലാവരും പറയാനുള്ള ഞാൻ ഇത് മാത്രം പറഞ്ഞില്ല. ജാനു, ഇനി തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും വിശ്വാസം ഉണ്ടായിരുന്നു. പിള്ളേരെ സ്നേഹിച്ച സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളല്ല, സുഹൃത്തുക്കൾ. ഇവിടെ ജാനു, നീ തിരിച്ചു സിനിമ ഷൂട്ടിങ് എന്താ ഇന്നത്തോടെ ഇതിന്റെയൊക്കെ കൂടും കുടുക്കൊക്കെ സ്ഥലം വിട്ടോളാം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. നിന്നോടൊക്കെ അന്നേ ഞാൻ പറഞ്ഞല്ലേ, എടഞ്ഞാൽ എന്നേക്കാൾ പിടിവാശിക്കാരനാണ് ഡേവിസേട്ടൻ. ഡേവിസേട്ടൻ ഞാൻ നാളെ 3 മാസത്തെ വാടക പിന്നെ മെയിൻ്റെനൻസ് പണി എല്ലാം കൂടി ചേർത്ത് 55,000 ഇപ്പൊ തരണം. എന്നിട്ട് നീ സംസാരിച്ച മതി. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ ക്യാമറ ഈ വീട്ടിൽ കിടക്കാൻ സാമാനം എല്ലാം കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വെറുതെ വീട്ടിൽ കാഴ്ച വെക്കാനല്ല, അവിടെ ചെന്ന് എൻ്റെ ആലീസിനും എൻ്റെ കുട്ടികൾ നിൽക്കാത്ത നല്ലൊരു സിനിമ എടുക്കണം. എന്താടാ നിനക്ക് നല്ലൊരു വേഷം തരാം കേട്ടോ. എന്താ പറഞ്ഞു? അല്ല പാറു എന്താ നല്ല രീതിയിൽ നടന്നേച്ച് ഈ യവന്മാരുടെയൊക്കെ കൂടെ നശിക്കാനാണോ നടക്കുന്നത്? തനിക്ക് കാശിയുള്ള ഞങ്ങളാണ് പാറൂന്ന് വരുന്നത് പറഞ്ഞോ. ഡേവിസേട്ടന്റെ മുന്നിൽ കൈ ചൂണ്ടി വർത്താനം പറഞ്ഞു. എടാ നിന്റെ പല കുറെ എണ്ണത്തിനെ കണ്ടാണ് ഞാൻ ഈ കുത്തിയിലേക്ക് വട്ടി കയറിയത്. ക്യാമറ എടുക്കണം. എന്റെ പിള്ളേർ ആരാണ് ഇട്ട്
ഇട്ടിച്ചൻ പൈസ പാലി അടിമാലി ചുരം കയറി ചോദിച്ചാ എന്നെ പറ്റി അറിയും. ഇപ്പോഴാണ് തനിക്ക് എത്രയാണ് തരാനുള്ളത്? എനിക്ക് കൊടുത്ത കാശ് കിട്ടണം. ഈ 3 മാസത്തെ വാടക കഴിഞ്ഞിട്ട് അതെല്ലാവരും ചേർത്ത് ഒരു 55,000 എടുക്കണം. ഇയാൾക്ക് എത്രയാ കാശ് വെച്ചാൽ വണ്ടി തീർത്തോളൂ കേട്ടോ. അച്ഛനാ വാടാ ഇനി ഇക്കാര്യം പറഞ്ഞ എന്റെ പിള്ളേരെ ചൊറിയാൻ വന്ന ഈ ഇട്ടിച്ചൻ അറിയണത് എറണാകുളം അല്ല ഇത് കേട്ടല്ലോ. അതെ, നിങ്ങൾ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങണം. ഹയാത്തിനടുത്ത് ഞാൻ ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങോട്ടേക്ക് മാറിക്കാം കേട്ടോ. അല്ല സാറ് ഇത്ര ഇവിടെ ഇരുന്ന് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. മനുഷ്യൻ പണ്ടാണെങ്കിൽ പോയി ടെൻഷൻ അടിച്ച്. അല്ല കൈക്ക് എന്ത് പറ്റി? ഓ അതൊന്നും പറയണ്ടാ. ഞാൻ ഗോവയിൽ പോയിട്ട് ഫെനി അടിച്ച് ആകെ ഫിറ്റായി. എനിക്ക് പാരച്ചൂട്ടി കയറി പറക്കണമെന്ന് കൊതി തോന്നിപ്പോയി. എടാ കടലിന്റെ മീനെ കൂടെ പറക്കുമ്പോൾ അതിന്റെ വള്ളി വിട്ട് നേരെ കടലിൽ കൊണ്ടാ ഞാൻ. ആ വെള്ളം ഉപ്പുവെള്ളം കുടിച്ച് ഞാൻ എൻ്റെ അടി തടിച്ചെന്ന് കൈ വെച്ചപ്പോൾ കൈ കൊടുക്കും. ആ സമയത്ത് മാലാകെ പോലൊരു ചെറുക്കൻ നീന്തി വന്ന് എന്നെ അടുത്ത് കരയിലിട്ടാ. പക്ഷെ എന്റെ ഫോൺ വെള്ളത്തിലായി വീണിട്ട് വിളിക്കാൻ എനിക്ക് പറ്റി. അതാണ് വിളിച്ചത്. ഇഷ്ടപ്പെട്ടല്ലോ. അതെ, നിങ്ങൾക്ക് ആ മാലാകത്തൊട്ടനെ കാണണ്ടേ? കാണിച്ചു Y al mañana levantarme con eras, acostarme con ella, suelas desnudadas, que yo me pensando en sus peras, സംഭവം കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞതാ. പക്ഷെ ഇവന്റെ ജീവൻ രക്ഷിച്ചല്ലോ, നമുക്കൊരു ചാൻസ് കൂടെ കൊടുത്തു. ഇനിയിപ്പൊ അതിന് നന്നായില്ലെങ്കിൽ ബൈസൺവാലിൽ എനിക്കൊരു ഫാം ഉണ്ട്, കുറച്ച് പോത്തുണ്ട്, അതിന് നോക്കാൻ നിർത്താം. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കും വിശ്വാസമായല്ലോ. 1.5 കോടി കൊണ്ടുവരാൻ പോയി രാഹുൽ ഭായി ഒരു കോടീശ്വരനെ കൊണ്ടുവന്നേക്കണം. മോനെ സാധാ ഡേവിസിനോടത്തെ കാശില്ലേ? നിങ്ങളുടെ അവരൊക്കെ റെഡി ആയിട്ടോ. അയ്യോ അതെ, അപ്പൊ നമ്മൾ ഷൂട്ടിംഗ് അല്ലേ? അത് അവസാനത്ത് എടുക്കുമ്പോഴാണ് അലമ്പാക്കിയത്. ബെസ്റ്റ്. എന്നാ പിന്നെ ഒന്ന് പെട്ടെന്ന് തീർക്കണ. അത് തീർത്തിട്ടുള്ള അച്ഛനാലേക്ക് അടുത്ത വണ്ടി ഓടിക്കാൻ. ജാനു, നീ ഞങ്ങളെ വിട്ടു പോയില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഉള്ളൊരു സ്നേഹിച്ച സുഹൃത്തുക്കൾ എത്രയൊക്കെ ദൂരം പോയെന്ന് പറഞ്ഞാലും അവർക്ക് അധികം നൽകഞ്ഞിരിക്കാനാവില്ല. അവർ ആ കൂട്ടിലോട്ട് പറന്നു വരിക തന്നെ ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് ദെയർ ഹോം. Ready? 1, 2, 3. ഇടിച്ചന്റെ ഫാമിലി ഞാൻ ജോലിക്ക് അല്ല പോത്തിനൊക്കെ നോക്കാൻ ആൾക്കാരൊക്കെ വേണമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഭ്രാന്തായിട്ട് പറഞ്ഞാണ്. എന്തെനിക്ക് നന്നാവാൻ പാടില്ല. നോക്കടാ രാഹുൽ സാറ് അമേരിക്കൻ ജോബ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുൽ സാറ് രാഹുൽ